അഹ്ലുസുന്നയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സന്ദർശിക്കുക www.sunniOnlineClass.com. ചോദ്യമാണ് എന്നോട് ചോദിച്ചത് സാധാരണ കിതാബ് മറിച്ചിട്ട് അർത്ഥം ഒപ്പിക്കല. ഉസ്താദ് എന്നോട് ചോദിച്ചത് എന്തിനാണ് ബുഖാരി ഓതുന്നത് എന്നാണ്. അതുകൊണ്ട് ചോദിച്ചോക്കെ ഇപ്പൊ എന്താ നമ്മളതിന് എന്തിനാണ് ബുഖാരി ഓതുന്നത് എന്നാണ് എന്നോട് ഞാൻ പറയുന്നത്. ഹദീസുകളും നമ്മുടെ ഫിഖിഹിയായ മസ്അലകളും സാധാരണക്കാർ എങ്ങനെ മനസ്സിലാക്കണം. ഞാൻ എതിർത്ത വൈക്ക് പറഞ്ഞു ബറക്കത്തിന് വേണ്ടിയിട്ടാ ഓതുന്നാണ്. അപ്പോ സുലൈമാ ഉസ്താദിന്റെ മുഖത്തേക്കൊന്നിങ്ങനെ നോക്കി, എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹദീസുകൾ നോക്കിയിട്ടല്ല നമ്മളെ അമല് ചെയ്യേണ്ടത്, നാലാൽ ഒരു മദ്ഹബ് നോക്കിയിട്ടാണ് അമല് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ഷാഫിഈ മദ്ഹബിലുള്ള മസ്അല നോക്കിയിട്ടാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. ബുഖാരിയിലുള്ള ഹദീസ് നോക്കിയിട്ടല്ല അമല് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മുടെ മസ്അലക്ക് എതിരായിട്ട് ബുഖാരിയിൽ ഹദീസ് ഉണ്ടാവും, ആ ഹദീസിന് വേറെ മറുപടി ഉണ്ടാവും എന്നാണ് സുലൈമാ ഉസ്താദിനോട്. അത് പിന്നെ രണ്ടാമത്തെ ചോദ്യം സുലൈമാ ഉസ്താദിനോട്, ഇത് പൊന്മള കാതോലിയുടെ അടുത്ത് ഓതിക്കണോന്ന് വെച്ച്. കാരണം ഇത്ര ഒരു വിശാലമായ ഒരു ചർച്ച മദ്ഹബിന്റെയും ഇത്രക്കും ചെയ്യൽ പൊതുവിൽ മഹാനായ പൊന്മള ഉസ്താദാണല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പൊന്മള ഉസ്താദിന്റെ ദറസിൽ ഓതിയിട്ടില്ലെങ്കിലും ഉസ്താദിനേറ്റ് അഭേദ്യമായ ബന്ധാണ് എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാ ഈ ഒരു സംഭവം പറഞ്ഞത്, ഹദീസുകളിൽ നമ്മൾ പലതും കാണും, നമ്മൾ അന്തം വരും. ഞങ്ങൾക്കൊരു ചെറിയ സംഭവം ഒന്ന് ഉണർത്താം, അതൊരു വിശാലമായി ചർച്ച ചെയ്യാനുണ്ട്. കാരണം പലവരും തെറ്റുധരിച്ചു വെച്ചത് കൊണ്ട് അത് വിശാലമായി ചർച്ച ചെയ്യേണ്ടത്. അതാ പിന്നാബിലെ മസ്അല നിങ്ങൾക്കത് കേട്ടിട്ടുണ്ടാവും. പറയട്ടെ, ഞാൻ ആദ്യം ഒന്ന് പറയാൻ, ഞാൻ പറയാൻ പോകുന്ന വിഷയം രതിക്ക് ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പറയാനിപ്പോ സാധാരണക്കാർക്ക് തിരിയിലാണ്. അങ്ങനെയല്ല, സാധാരണക്കാർക്ക് തിരിയാത്ത ഒന്നുമില്ല. നല്ല ശൈലിയിൽ അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഏതാൾക്കാർക്കും ഏത് വിഷയവും തിരിയും. അപ്പൊ ഏതായിരുന്നാലും വിരല് അനക്കല് സുന്നത്താണെന്ന് ചിലോലിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതായി കേൾക്കുന്നു. അല്ല, ഷാഫി മദ്ഹബിൽ തന്നെ അനക്കല് സുന്നത്താണ് എന്നൊരു അഭിപ്രായം എന്ത് ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താ, ഞാൻ എന്റെ സാധാരണക്കാരോട് പറയാണ്. റസൂലുള്ള വിരല് അനക്കി എന്നൊരു ഹദീസ് കാണാം, അനക്കിയിട്ടില്ല എന്നും ഹദീസ് കാണാം. നമ്മൾ എന്ത് ചെയ്യാ, രണ്ടു ഹദീസ് ഉണ്ട്. വിരല് അനക്കീനും ഹദീസുണ്ട്, അനക്കിയിട്ടില്ല എന്നും ഹദീസുണ്ട്. അപ്പൊ ചിലോര് പറയുന്ന ആദ്യത്തെ അത്തഹിയ്യാത്തിലെ അനക്കുക, അവസാനത്തെ അത്തഹിയ്യാത്തിലെ അനക്കണ്ട. അപ്പൊ രണ്ട് ഹദീസ് കൊണ്ട് അമല് ചെയ്യലായില്ലേ. അല്ലെങ്കിൽ ളുഹ്ർക്ക് അനക്ക, അസർക്ക് അനക്കണ്ട, അങ്ങനെ വെക്കാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നെഞ്ചിന് മുകളിൽ കൈവച്ചു, അലാ സ്വദിരിഹി, നെഞ്ചിന്റെ മുകളിൽ കൈവച്ചു എന്ന് ഹദീസിൽ കാണാം. തഹ്ത സ്വദിരിഹി, നെഞ്ചിന്റെ താഴെ കൈവച്ചു എന്ന് കാണാം. എന്താണ് സാധാരണക്കാരി ഹദീസ് ഒക്കെ അമൽ ചെയ്തപ്പോ എന്ത് ചെയ്യാ? പണ്ടൊരു അമ്മോസം കാക്ക കാട്ടിയ പണി പറയാണ്ട്. അമ്മോസം കാക്ക ഒരു ചങ്ങായിയുടെ ഒരു മകളെ കെട്ടിയത് വഹാബിയാണ്, വേറൊരു മകളെ കെട്ടിയത് സുന്നിയാണ്. അപ്പൊ അതൊക്കെ വഹാബിയായ മരുവ മാത്രം വിരുന്ന് വരുമ്പോ അമ്മോസം കാക്ക ഇമാമത്തെക്കുമ്പോ എന്ത് ചെയ്യും? നെഞ്ചിന്റെ മുകളിൽ കൈവെക്കും, ആ മരുവനെ തെറ്റിക്കണ്ടാച്ചിട്ട്. സുന്നിയായ മരുവൻ വരുമ്പോ നെഞ്ചിന്റെ തായും കയ്യൊക്കും, രണ്ടാളിഞ്ഞിപ്പോ തെറ്റിക്കണ്ട. പക്ഷെ ഒരു ദിവസം അമ്മോസം കാക്കാണ്ട് കുടുങ്ങി, രണ്ടു മരുവനും ഒപ്പം വിരുന്നെന്ന്. വഹാബി സുന്നിയും മരുവക്കല് രണ്ടാളും ഒപ്പം വിരുന്നെന്ന്. അമ്മോസം കാക്ക തക്ബീറത്തിൽ ചെല്ലാൻ കെട്ടാൻ നേരത്ത് ഇങ്ങനെ അന്തം വിട്ട് നിന്ന്, റബ്ബേ എന്താ കാത്ത, നെഞ്ചിന്റെ മുകളിൽ വെച്ചാൽ സുന്നിയായ മരുവൻ തെറ്റിപ്പോവും, നെഞ്ചിന്റെ താഴെ വെച്ചാൽ എന്ത് ചെയ്യും? വഹാബിൻ തെറ്റിപ്പോവും. എന്താ ഇപ്പൊ ഞാൻ കുടുങ്ങിയല്ലോ. അമ്മോസം കാക്ക ഒരു തീരുമാനം എടുത്ത് ഒരു കൈ നെഞ്ചിന്റെ മുകളിലും വെച്ച് ഒരു കൈ നെഞ്ചിന്റെ തായും വെച്ച് രണ്ട് മരുവക്കൽ അത് പരിഗണിച്ച്. അപ്പൊ സുന്നത്ത് കൊള്ളാവുക എന്നല്ല ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ രണ്ട് ഹദീസ് ഉണ്ട്, നെഞ്ചിന്റെ താഴെ എന്നൊരു ഹദീസ് ഉണ്ട്, നെഞ്ചിന്റെ മുകളിൽ എന്നൊരു ഹദീസ് ഉണ്ട്. നമ്മൾ ഒരു കൈ തായും ഒരു കൈ മേലെ, അല്ലെങ്കിൽ ഒരു അക്കായത്തിൽ മേലെയും ഒരു അക്കായത്തിൽ തായും വെച്ചാൽ മസല ശരിയാവോ? ഇല്ല. ഞാൻ എന്റെ പാകെ പറഞ്ഞു ഹദീസ്. എന്നാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്കാലുണ്ടോ?
ഞാൻ ഇൻഷാ അല്ലാ അത് മറ്റൊരു സമയത്ത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇങ്ങനെ 2 ഹദീസ് ഉണ്ടല്ലോ, കയ്യിന്റെ വിരല് അനക്കണമെന്നും ഹദീസ് ഉണ്ടല്ലോ, വിരല് അനക്കണ്ടാനും ഹദീസ് ഉണ്ടല്ലോ. ഇത് ഹദീസിലെ കുഴപ്പമില്ല, വിഷയം മനസ്സിലാക്കാതെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വരുന്ന അബദ്ധാണ്. ചില പ്രത്യേകിച്ച് ഈ UAE സൗദിയിലൊക്കെ നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവര് വെറും ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മാത്രം നോക്കി ഹദീസിൽ അങ്ങനെന്ത്, ഹദീസിൽ അങ്ങനെന്ത്, ഹദീസിൽ അങ്ങനെന്ത് എന്ന് പറഞ്ഞ ആളുകളെ സ്വീപ്പാക്കുന്നവരുണ്ട്. അതിനൊക്കെ വ്യക്തമായ മറുപടികളുണ്ട് എല്ലാത്തിനും. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എന്താണ് കയ്യിന്റെ വിരൽ അനക്കണം എന്ന് ഹദീസില്ലേ, അനക്കണ്ടാൻ ഹദീസില്ലേ, അപ്പൊ ഈ 2 ഹദീസ് കൊണ്ടും എങ്ങനെയാണ് അമല് ചെയ്യുക ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഒറ്റ വാക്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നു, കയ്യിന്റെ വിരല് ഇല്ലല്ലാ എന്ന് പറയുമ്പോ നമ്മൾ ഉയർത്തണം. അതിനുശേഷം ആ വിരലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കല് കറാഹത്താണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. സുന്നത്തില്ല എന്നല്ല, അത് വിരൽ അനക്കിയാൽ അത് ഹറാമാണ്. വിരലു മാത്രം അനക്കിയാൽ നിസ്കാരം ബാത്തിലാകും എന്നും ഷാഫിഈ മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. പിന്നെ വിരല് അനക്കി എന്ന ഹദീസില്ലേ, അപ്പൊ അതുകൊണ്ട് അത് അനക്കല്ല വേണ്ടത് എന്നുള്ള സംശയങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മറുപടി പറയാം. ഞാൻ ഇപ്പോൾ ആകത്തുക പറഞ്ഞതെന്താ, സാധാരണക്കാരായ നമ്മൾ ഹദീസിലേക്ക് നോക്കിയിട്ടല്ല അമൽ ചെയ്യേണ്ടത്. ഹദീസുകളിൽ വ്യത്യസ്തമായ ഹദീസുകൾ ഉണ്ടാകും. ഈ ഹദീസുകളൊക്കെയും കണ്ടതായ ഫുഖഹാക്കളാണ് മസ്അല വിശദീകരിക്കുന്നു. പക്ഷേ പിന്നെ ഈ ഒരു ഹദീസ്, ഈ മസ്അലകൾക്ക് എതിരായിട്ട് ഇങ്ങനൊരു ഹദീസില്ലേ, ഈ ഹദീസിനെല്ലാം ഫുഖഹാക്കൾ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി കണ്ടെത്താത്ത പലവരുമാണ് ഈ വസ്വാസുമായി സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്നത് എന്നും സാന്ദർഭികമായി പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വാട്സാപ്പും ഫേസ്ബുക്കൊക്കെയും ഉപയോഗിക്കുന്നവരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, വിശുദ്ധമായ ശഅബാൻ മാസമാകുമ്പോ, റമളാൻ മാസമാകുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും ഇസ്ലാമിക ആദർശത്തിന്റെ വിരോധികളൊക്കെയും പല ഹദീസുകളും പല ആശയങ്ങളും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെയും ഇട്ട് നമ്മളെ വസ്വാസാക്കും. ആ വസ്വാസിൽ നമ്മളാരും വഞ്ചിതരാവരുത്. അങ്ങനെ നിങ്ങൾ ഒരു സംഗതി കണ്ട് വസ്വാസാകുമ്പോ അത് കാര്യപ്പെട്ട നല്ല ഉസ്താദന്മാരോട് ചോദിച്ച് അല്ലെങ്കിൽ KMICയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി കാര്യങ്ങൾ വസ്വാസില്ലാതെ യക്കാശക്കില്ലാതെ അമല് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഖത്മ് പൂർത്തിയാക്കുമ്പോ അതിലെ അവസാനത്തെ ആയത്ത് നമുക്കറിയാം, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. ഇതാണല്ലേ ഖുർആനിലെ അവതരണം കൊണ്ട് അവസാനത്തെ ആയത്ത് അതല്ല എന്ന് നമുക്കറിയാം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന അൽ ബഖറയിലെ സൂറത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തത്. പക്ഷേ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് അവസാനമായി എന്തായി, അവസാനമായി ഇറങ്ങി നമ്മൾ ഓതുമ്പോ അവസാനത്തെ ആയത്ത് ഏതാ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? സ്ക്രീനൊന്നും അളകുന്നില്ല. ഹലോ, ശരി, ഞാൻ സ്ക്രീനൊന്നും അളകാതെ ഇരുന്നപ്പോഴേ അപ്പൊ എന്തായി പറഞ്ഞത്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ വസ്വാസാക്കുക, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യവർഗത്തിൽ നിന്നും ജിന്ന് വർഗത്തിൽ നിന്നും, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഈ മനുഷ്യവർഗത്തിൽ നിന്ന് വസ്വാസാക്കുന്ന ഒരു വിഭാഗം, അതിൽ പെട്ടതാണ് ഈ അവാന്തര വിഭാഗങ്ങളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ചില മതസംഘടനകളൊക്കെ ഓരോന്ന് പറഞ്ഞു വസ്വാസാക്കുക. സുബ്ഹാനല്ലാഹ്, പറയാൻ പേടിയുണ്ട്. ഇപ്പം എന്തൊരു പുസ്തകം ഇറങ്ങിയിട്ട്, എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ അങ്ങനത്തെ പുസ്തകമൊന്നും
നമ്മൾ ഒരിക്കലും തന്നെ വായിക്കാൻ തന്നെ പോവരുത്. നമ്മളെ കാണാതായ മൗലവില്ലേ, JCP മൗലവിയിലെ അനുയായികൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അത്രേ. ഈ റമദാനിനോടനുബന്ധിച്ച് നോമ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയെ ഇസ്ലാമിൽ ഇല്ലാന്ന്. നോക്കി നിങ്ങള് ഈ ആയത്തും ആ ഒരു പുസ്തകമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അള്ളാഹുത്താല അവസാനമായിട്ട് പറഞ്ഞതെന്താ? ഈ വസ്വാസാക്കുന്ന വിഭാഗത്തിന്റെ ഷർറിനെ തൊട്ട് അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു എന്നാണ്. നോമ്പ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ ഇല്ലാന്ന്. എവിടെ എത്തി? അള്ളാഹു അത്തരം പുസ്തകം കാണലിനെ തൊട്ട് തന്നെ അള്ളാഹു നമ്മുടെ കണ്ണിനെയും നമ്മുടെ മറ്റു അവയവങ്ങളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്നേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പലവരും ഇപ്പൊ എന്നോട് 1-2 ആൾക്കാർ ഇപ്പൊ ഇന്നലെ എന്നേപ്പോ നമ്മുടെ ഷഹീദ് കോത്തക്കൽ നമ്മുടെ ഷഹീദ് കോത്തക്കൽ ഇപ്പൊ 2 ദിവസം മുന്നേ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ കഫീലാകുന്ന അറബിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമൊക്കെയാണ്. പക്ഷെ ഇക്കൊല്ലം ഞാൻ റജബിലെ നോമ്പ് നോറ്റപ്പോ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ സ്വീപ്പാക്കിന്ന്. അപ്പൊ നമ്മളിപ്പോ ഗൾഫിലൊക്കെയാണ് മിക്ക സാധാരണക്കാരും പല അറബികളുടെയും ആമിലീങ്ങളാണ്, അല്ലെങ്കിൽ ജോലിക്കാരാണ്. നമ്മളൊരു സുന്നത്ത് നോമ്പ് പോയിക്കാൻ നോക്കുമ്പോ അറബി വന്നിട്ട് അത് ബിദഅത്താണ്, അങ്ങനെ ഒരു സുന്നത്തില്ല, റജബ് 27 നോമ്പില്ല എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഇഷ്കാലാവണ്ടാണ്. അറബി അല്ല ഏത് കൂത്തുൽ കുലൂബ് പറഞ്ഞാലും വലിയ വലിയ മഹാന്മാർ വളരെ വ്യക്തമായി കിതാബിൽ ഒരു മസല പറഞ്ഞാൽ ഇനി എന്ത് അറബി, ഇനി മക്കത്തെ ഇമാമല്ല മദീനത്തെ ഇമാമ് പറഞ്ഞ് നമ്മളത് ഇഷ്കാലാവരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഹദീസുകൾ നോക്കിയിട്ടല്ല സാധാരണക്കാർ അമല് ചെയ്യേണ്ടത്. ഈ ഹദീസുകൾക്കൊക്കെയും ഫുഖഹാക്കൾ വ്യക്തമായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഈ മറുപടികൾ സാധാരണക്കാർ കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്കാല് വരുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റേതെങ്കിലും സമയത്ത് ഒരു ആദർശ ചർച്ച എന്ന ഭാഗത്തേക്ക് നീക്കി വെക്കലായിരിക്കും നല്ലത്. കാരണം ഈ സമയത്ത് ബറാത്ത് രാവിലെ കഴിഞ്ഞ വർഷമൊന്നും KMICയുടെ ശ്രോതാക്കൾ ഇല്ലാത്ത ഒരുപാട് ശ്രോതാക്കൾ ഈ സമയത്ത് പലപ്പോഴുമായി ഇക്കൊല്ലം കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെയും ബറാത്ത് രാവിലെ ഓതേണ്ട യാസീന്റെ നിയ്യത്ത് ആലോചിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പൊ എങ്ങനെ നെയ്യത്ത് വെക്കേണ്ടത്, എന്ത് നെയ്യത്താ വെക്കേണ്ടത് എന്നൊക്കെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ അതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, മഹാനായ ഷാഫി ഇമാമ് ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മക്കെന്താ ഇഷ്കാല്? ഇന്ന് ലോകത്തിന് അത് ശ്രദ്ധിക്കണം, ലോകത്ത് ഒരാള് കഠിനാധ്വാനം ചെയ്ത് ഓന്റെ ജീവിതം ഫുള്ള് എന്തിന് നീക്കിവെച്ചു? റസൂലുള്ളാഹിന്റെ ഹദീസ് ക്രോഡീകരിക്കാൻ നീക്കിവെച്ചാൽ അവനിക്കെന്ന് കിട്ടുന്ന ഹദീസ് ഏറിക്കഴിഞ്ഞാൽ 1,00,000 ഹദീസാ. അതിൽ ഭൂരിപക്ഷം ലഈഫായിരിക്കും, നല്ലൊരു വിഭാഗം അതിൽ ലഈഫ. ഒരു മനുഷ്യന്റെ നമ്മളെപ്പോലത്തവരുടെ കയ്യിലൊന്നും ഹദീസില്ല. 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാഠമാക്കിയ, 3 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ വലിയ വലിയ മഹാരഥന്മാരാവുന്ന പണ്ഡിതന്മാർ ദുആക്ക് ഇജാബത്തുള്ള ഒരു രാത്രിയാണ് നിസ്ഫു ശഅബാന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്തിനാവരെ ഇഷ്കാലാവുന്നത്? ഷാഫി ഇമാമിനേക്കായും വല്യോനാണോ സക്കരിയ സലാഹി? ഷാഫി ഇമാമിനേക്കായും വല്യോനാണോ ബാലു? ഷാഫി ഇമാമിനേക്കായും വല്യോനാണോ ഗൾഫിലുള്ള നമ്മുടെ കഫീല്? ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു ദുആക്ക് ഇജാബത്തുള്ള ആള് ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അവരൊരു ഇഷ്കാലിന് ആവശ്യമില്ല. ചിലപ്പം ബറാത്ത് സംബന്ധമായ ഹദീസുകൾ പരിശോധിച്ചാൽ ചിലപ്പം ഓരോ ഹദീസ് പരിശോധിക്കുമ്പോ ചിലപ്പം അത് ലഈഫാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് ഹദീസുകൾ ഒരു വിഷയത്തിൽ വരുമ്പോ ഈ ഹദീസുകൾക്കൊരു സിഹത്തിന്റെ ബലവും ആ നിലക്കൊക്കെയാണ് മഹാന്മാരാവുന്ന ഫുഖഹാക്കള് ഓരോ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഷാഫി ഇമാം സുന്നത്താണ് ദുആക്ക് ഇജാബത്തുള്ള ഒരു രാവാണെന്ന് പറയുമ്പോ പിന്നെ ഏതെങ്കിലും ഒരു അറബി വന്നിട്ട് ഇന്റെ അറബിനോട് പറഞ്ഞു ബറാത്ത് രാവിന് പ്രത്യേകത ഇല്ല എന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ നാട്ടിൽ തുമ്പിയാ പോകുന്ന മൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട് കാരണവന്മാർക്ക് ഉറപ്പില്ലാത്ത വിഷയങ്ങളെ കുറിച്ച്. ഈ തുമ്പിയാ പോകുന്ന മൂക്ക് നമുക്കുണ്ടാവാൻ പാടില്ല. എന്നോട് ഞാൻ ഒരു അനുഭവം കൂടി പറയട്ടെ. മർക്കസിൽ തഖസ്സുസിൽ പഠിക്കുന്ന സമയത്ത്
മഹാനായ ചെറുശോല ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ചെറുശോല ഉസ്താദ് ചെയ്തൊരു ഉപദേശം എന്താണെന്നറിയോ? ഇങ്ങളീ തൊട്ടേനും ഉണങ്ങിയനൊക്കെ ആയത്തും ഹദീസും ഓതാൻ നടക്കരുത് എന്നാണ്. എല്ലാ വിഷയത്തിനുള്ള ആയത്തും ഹദീസും നമ്മളെ കണ്ടാവൂല. കാരണം ഇന്ന് നമ്മളെ കൈവശമുള്ളത് 1,00,000 ഹദീസായിരിക്കും. മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ 10,00,000 ഹദീസ് മുമ്പിൽ വെച്ചിട്ടാണ് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഹദീസ് മറുപടി കൊടുക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മളെയൊക്കെ ഹദീസ് ഉണ്ടാവൂല. കാരണം നമുക്ക് ഹദീസ് ക്രോധീകരിക്കപ്പെട്ട ഹദീസിൽ ഒരുപാട് 9 ലക്ഷത്തോളം ഹദീസ് നമ്മുടെ കൈവശമില്ല. ആ ഹദീസുകളൊക്കെ നോക്കിയിട്ടാണ് ഈ മഹാന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മഹാനായ ഷാഫി ഇമാമിനെ പോലോത്തവരുടെ ഹദീസ് പാണ്ഡിത്യം, അവരുടേതായ ഇൽമിന്റെ ആഴം സാധാരണക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന ഒരു ചിന്തയിലേക്ക് സാധാരണക്കാരുടെ ഖൽബ് നിങ്ങൾ എത്തിക്കണമെന്ന് ചെറുശോല ഉസ്താദ് തുഹഫ ഓതിത്തരുമ്പോ പലപ്പോഴും ഞങ്ങളോട് ചെയ്തൊരു ഉപദേശമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഒരുപാട് കിതാബുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ബറക്കത്തിന് വേണ്ടി ഇതൊക്കെയും ഒരു അനാചാരമാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടത്തെ വഹാബി പ്രസ്ഥാനം എഴുതി പിടിപ്പിച്ചതാണ്. ഈ ബറാത്ത് രാവ് എന്നുള്ളത് ചീരിനി പ്രിയന്മാര് തട്ടിപ്പതച്ചുണ്ടാക്കിയ ഒരു രാവാണെന്ന് പച്ച മലയാളത്തിൽ അവരുടെ മാഗസികളിൽ, അവരുടെ പുസ്തകങ്ങളിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പേജും അതിന്റെ മാസവും അതിന്റെ ഡേറ്റൊന്നും വായിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വലിയ വലിയ പണ്ഡിതന്മാർ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുദ്ദുഹാൻ, സാന്ദർഭികമായി ഞാൻ പറയുന്നു, സൂറത്തുദ്ദുഹാനാണ് ബറാഅത്ത് രാവിൽ ഓതേണ്ടത്. കാരണം അപൂർവമായി ചില സഹോദരിമാര് നമ്മുടെ സൂറത്തു തൗബയിലെ ആദ്യത്തെ ആയത്ത് ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന ആയത്ത് കണ്ടതിന്റെ പേരിൽ ബറാഅത്ത് രാവിൽ ഓതേണ്ട സൂറത്ത് ആ സൂറത്താണെന്ന് തെറ്റുധരിച്ചു വെച്ച ചില സഹോദരിമാര് എന്റെ അനുഭവത്തിലുണ്ട്. ഞാൻ എന്റെ ക്ലാസ് റൂമിലുള്ള സുഹൃത്തുക്കളോട്, നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർ ഇത്തരം ക്ലാസുകളൊന്നും കേൾക്കാത്തതിന്റെ പേരിൽ അങ്ങനെ വല്ലതും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്നു സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇന്നൊരു മുമ്പൊരു പ്രായമായ തള്ള പറഞ്ഞ വർത്താനം, പഴുത്ത കാലത്തൊന്നുമല്ലട്ടോ, 5 കൊല്ലം മുന്നേ. ബറാത്ത് രാവ് എന്ന് പറഞ്ഞാൽ മൊയ്ലിയരെ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു ഒരു ഉമ്മാമന്നോട്. കുറെ ഒരു 5-8 കൊല്ലം, ഒരു 10-13 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവുന്നതോ. ഞാൻ എവിടെ ഒരു മഹല്ലത്തിൽ ഓതുമ്പോ അന്നൊക്കെ ഞാനൊരു ചെറിയ കുട്ടിയാ, നിന്നിങ്ങനെ വലിയ കിതാബൊന്നും നോക്കിയിട്ടില്ല മൊയ്ലിയരായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഉമ്മാമ ബറാത്ത് രാവ് എന്നാണ്. ഉമ്മാമക്ക് വിശദീകരിച്ചു തരാ. കേക്കാല്ലേ? ഇമ്മാമക്ക് വിശദീകരിച്ച അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയുടെ അടുക്കൽ വരാത്ത രാവ്, അതാണ് ബറാത്ത് രാവ്. ഇമ്മാതിരി മനസ്സിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിന്ന്, തമാശ ഒന്നല്ല. ഫാത്തിമ ബീവിയുടെ അടുക്കൽ അലിയാറ് വരാത്ത രാവിനാണ് ബറാത്ത് രാവ്. ഞാൻ കേട്ടിട്ടുണ്ട് പഴയ കാലത്ത് സ്ത്രീകളെ 40 കുളിപ്പിക്കുമ്പോ നീയത്ത് വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിനത്ര കേരളത്തില്. എന്ത്? മുത്ത് നബിയുടെ മകള് ഫാത്തിമ ബീവി കുളിച്ച മാതിരി കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചൊരു കാലഘട്ടം കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെ? മുത്ത് നബിയുടെ മകള് ഫാത്തിമ ബീവി കുളിച്ച മാതിരി കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചൊരു കാലം. ഹജ്ജിന് പോകുമ്പോ ഭാര്യയെ തലാക്ക് ചൊല്ലിപ്പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പഴമക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേമായി തന്നെ ഹജ്ജിന് പോകുമ്പോ അധ്യന്തരം കഴിച്ചു പോകത്തത്. ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ അധ്യന്തരം കഴിച്ചാൻ ആളില്ലെങ്കിലോ നോക്കി. ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പഴമക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനൊക്കെ തെറ്റുധാരണകൾ പൊതുവിൽ പലവർക്കും ഉണ്ടായേക്കാം. എന്റെ അനുഭവത്തിൽ എന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ അവിടങ്ങനെ ജോലിയൊക്കെ ചെയ്തു ബറാത്തുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് സംഘടിപ്പിച്ചപ്പോ നിങ്ങളൊക്കെ ബറാത്ത് രാവിലെ ഏത് സൂറത്താണ് ഓതുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഭാഗത്തുള്ള കുറച്ച് സഹോദരിമാര് പറഞ്ഞു, ഞങ്ങള് ബറാഅത്ത് സൂറത്ത് എന്ന് പറഞ്ഞ സൂറത്തില്ലേ, ബറാഅത്തും മിനല്ലാഹി എന്ന് പറഞ്ഞ ആ സൂറത്താണ് ഓതാറുള്ളത് എന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് നേരിട്ട അനുഭവം.
അപ്പൊ യാദർശികമായി നമ്മുടെ ക്ലാസ് റൂമിലുള്ള ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലൊക്കെ പ്രായമായവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫോൺ വിളിച്ച് ഒന്ന് വെറുതെ ചോദിക്കുന്നത് നല്ലതാലോ. ഇനിയിപ്പോ നമുക്കൊരു ചെലവൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു പ്രായമായ അമ്മാമുണ്ട്, വെറുതെ വല്യമ്മാനോട് വല്യമ്മ ഇങ്ങനെ ബറാത്ത് രാവിലെ ഏത് സൂറത്താ ഓതലുള്ളതെന്ന് ചോദിച്ചാൽ ഉമ്മാമ തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തിരുത്തി കൊടുക്കാനൊരു അവസരം. അല്ലാതെ അപ്പൊ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഈ ഗ്രാമപ്രദേശങ്ങളിൽ എൻ്റെ ഒരു മേഖല അങ്ങനെയാണ്. എനിക്കതിൽ വലിയ സന്തോഷമാണ്. ഞാനൊന്നും ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഒരു 5000 ആൾക്കാർ പങ്കെടുത്ത സ്റ്റേജുമ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, എല്ലാം സത്യം പറയാണ്. ഒരു 5000 4000 ഒക്കെ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. പ്രസംഗിക്കാൻ പേരുണ്ടായിട്ടില്ല. നമ്മക്ക് അങ്ങനെ ഒരു ഹള്ളില്ലാന്ന് വിചാരിച്ച അത്ര കൂട്ടിയാൽ മതി. പക്ഷെ നമ്മളെ ഈ മുമ്പിലൊക്കെ ഈ ഒത്തും പൊത്തും തിരിയാത്ത മദ്രസയ്ക്കൊന്നും പോവാത്ത ഈ കൂലിപ്പണിക്ക് ആരാന്റെ പാത്രം മോരാൻ നടക്കുന്ന, ആരാന്റെ പാടത്ത് പോയിച്ച് കൃഷി നെല്ല് കൊയ്തെടുക്കുന്ന ഈ സഹോദരിമാരെയാണ് എൻ്റെ മുമ്പ് കിട്ടുക. പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഒരു 4 ക്ലാസ് അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്ക് ഒരുപാട് തള്ളാറ് ദീനിയായിട്ട് ഒരുപാട് അമല് ചെയ്യാന് മാമാരെ കുട്ടിക്കല്ലാവ് ദീർഘായുസ് ആഫിയത്തൊക്കെ നൽകത്തെ. പല്ല് തേക്കുമ്പോ ഇങ്ങനെ നെയ്യത്ത് വെക്കണമെന്ന് പൊന്നാര മൊയ്ലിയെത്തി എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്ന എത്രയോ തള്ളാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഒരേ ആൾക്കാർ അങ്ങനെ ഒരേ അമല് ചെയ്യാൻ തുടങ്ങുമ്പോ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ കബറിൽ കിടക്കുമ്പോ 4 ഉമ്മാമാര് നെയ്യത്ത് വെച്ച് പല്ല് വെക്കുമ്പോ അതിന്റെ ഒരു കൂലി നമുക്ക് കിട്ടുമല്ലോ. KMIC പറഞ്ഞിട്ട് കേട്ടിട്ട് ഒരാൾ ചെയ്ത KMIC വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ ആ കൂലി കിട്ടുമല്ലോ. അത് തന്നെയാണ് നമ്മുടെ ഇൽമു നാഫിയായി അള്ളാഹു തആല നമ്മൾ പറയുന്നതിലും കേൾക്കുന്നതിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ഞാൻ പറഞ്ഞ് സൂറത്തു ദുഹാനാണ് ഓതേണ്ടത്. സൂറത്തു ദുഹാൻ ഏതാ? അത് നമുക്കറിയാം. സൂറത്ത് യാസീൻ കഴിഞ്ഞ് 8ാമത്തെ സൂറത്താണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏകദേശം 8ാമത്തെ സൂറത്താ. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്ത് നോക്കൂ നിങ്ങൾ, വലിയ വലിയ മഹാന്മാർ തഫ്സീറു ആസി നോക്കിയാൽ കാണാം, തഫ്സീറു റൂഹുൽ ബയാൻ നോക്കിയാൽ കാണാം, തഫ്സീറു അബു സഊദ് നോക്കിയാൽ കാണാം, തഫ്സീറുൽ ജലാലൈനി നോക്കിയാൽ കാണാം, തഫ്സീറുൽ ഖുർത്തുബി നോക്കിയാൽ കാണാം, തഫ്സീറു സാവി നോക്കിയാൽ കാണാം. ഇങ്ങനെ ഇന്ന് ലോകത്തറിയപ്പെട്ട ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണാം ഫീ ലൈലത്തിൻ മുബാറക കൊണ്ട് ഈ വിശുദ്ധമായ ബറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ലൈലത്തുൽ മുബാറക കൊണ്ട് ഉദ്ദേശം മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തവര്, വേറെയും ഒരു വിഭാഗം സഹാബത്ത്, മുഫസ്സിരീങ്ങളൊക്കെയും അവകാശപ്പെടുന്നത് ഈ ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം എന്താകുന്നു? നിസ്ഫു ശഅബാന്റെ രാവാകുന്നു. നിസ്ഫു ശഅബാന്റെ രാവാകുന്നു, അഥവാ നമ്മൾ അറിയപ്പെടുന്ന ബറാഅത്ത് രാവാകുന്നു. ഞാൻ പ്രമാണങ്ങളിലേക്ക് കടക്കല്ലോ. എന്നാലും നമ്മുടെ മനസ്സിന്, നമ്മളൊക്കെ ഗൾഫിലാണല്ലോ, KMIC ഭൂരിപക്ഷം ശ്രോതാക്കളും എവിടെയുള്ളവരാണ്? ഗൾഫിലുള്ളവരാ. അപ്പൊ ഈ ഗൾഫിലുള്ള ബിദ്അത്തിന്റെ അഹ്ലുകാര്, അതല്ലെങ്കിൽ അവിടത്തെ നമ്മുടെ കഫീലന്മാര് നമ്മൾ ഈ ബറാത്ത് രാവിനൊരു ബഹുമാനം കൽപ്പിക്കുമ്പോ അതൊക്കെ ബിദ്അത്ത, അങ്ങനൊന്നും നബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലും തോന്നിപ്പോകും, പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാപ്പത് ചെയ്യുന്നു? സിദ്ദീഖ് അള്ളാഹുവിന് 3 യാസീൻ ഓതിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തിനായിരുന്നു 3 യാസീൻ ഓതുന്നതിന് സ്വാഭാവികമായി ഒരു വസ്വാസ് വരുമല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് മറക്കണ്ട. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. വസ്വാസാക്കുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരുടെ ഷർറിനെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കണം. അപ്പൊ അതുകൊണ്ടൊരു അങ്ങനെ ആരെങ്കിലൊക്കെ പറയുമ്പോ ലോകത്തറിയപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളിലെല്ലാം നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം അത് ബറാഅത്ത് രാവാകുന്നു. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടി ഞാൻ ആ ഒരു വിഷയത്തിന്റെ പ്രാമാണികതയെ കുറിച്ച് പറയുമ്പോ, ഈ ലൈലത്തുൽ ഖദ്ർ
അത് വലിയ മഹത്വമുള്ള രാവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ലൈലത്തുൽ ഖദർ എന്നാണ് എന്നതില് ഏകദേശം 40 ചില്ലാനം അഭിപ്രായങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അഭിപ്രായം എന്താകുന്നു? ബറാഅത്ത് രാവിന്റെ അന്നാകുന്നു ലൈലത്തുൽ ഖദർ എന്ന അഭിപ്രായമുണ്ട്. ആ നിലക്ക് ചിന്തിച്ചാലും ബറാഅത്ത് രാവ് വളരെ അധികം മഹത്വമുള്ള രാവാകുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, മുഫസ്സിരീങ്ങളും സാലിഹീങ്ങളും അതുപോലെ തന്നെ മഹാന്മാരെല്ലാം വളരെ ബഹുമാനവും ആദരവും കൽപ്പിച്ച ഒരു മഹത്തായ രാത്രിയാണ് ഗൾഫുകാരിലേക്ക് ഇന്ന് കടന്നു വരുന്നത്, കേരളക്കാരിലേക്ക് നാളെ കടന്നു വരുന്നത്. ആ ഒരു മഹത്തായ രാവ് നമുക്ക് ബറക്കത്തുള്ള രാവായി അള്ളാഹു റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കുന്ന രാവുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ എന്ന് പറഞ്ഞ് 1-2 കാര്യം കൂടി അതിനെക്കുറിച്ച് പറയട്ടെ. ബറാഅത്ത് രാവിന് 4 പേരുണ്ട്. മഹാന്മാര് പറയുന്നു ലൈലത്തുൽ മുബാറക്ക എന്ന് ബറാഅത്ത് രാവിന്റെ ഒരു പേരാണ്. പിന്നെ ലൈലത്തുൽ ബറാഅ എന്ന് വേറൊരു പേര്, ലൈലത്തുൽ റഹ്മ എന്ന് പേരുണ്ട്, ലൈലത്തുൽ സക്ക് എന്ന് പേരുണ്ട്. ഓരോന്നിനും ഓരോ കാരണങ്ങളാണ്. ബറാഅത്ത് രാവ് എന്ന് പേര് വെക്കാൻ കാരണം എന്താ? നരകത്തിന്റെ അവകാശികളാകുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്ന രാവ്, അഥവാ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവ് എന്ന അർത്ഥത്തിലാണ് ബറാഅത്ത് രാവ് എന്ന് അതിന് അർത്ഥം കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങനെ വലിയ മഹത്വം അറിയിക്കുന്ന റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങള്, അതുപോലെ തന്നെ ബറാഅത്ത് രാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കൂ. മഹാന്മാര് പറയുന്നു, മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക്, നല്ല ശ്രദ്ധിച്ചോളിട്ടോ, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് ബറാഅത്ത് രാവിൽ ഒരു ലീസ്റ്റ് കൊടുക്കുന്ന, എന്നിട്ട് അല്ലാഹു തആല അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ, ഈ ലീസ്റ്റിൽ എഴുതിയ പേരുകളുള്ള റൂഹൊക്കെ ഇക്കൊല്ലം പിടിച്ചോലോന്ന് തോന്നുന്നു. അല്ലാ ശംസുദാരി മിസ്താദെ, നമ്മളെ പേരയിൽ വന്നിക്കണോന്ന് അറിയില്ല. എന്ത് ഒരു ലീസ്റ്റ് ബറാഅത്ത് രാവിന്റെ അന്ന് ഒരു ലീസ്റ്റ് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിലേക്കണ്ട് കൊടുക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ ലീസ്റ്റിൽ ആരൊക്കെ പേരുണ്ട്? സവാമെന്തോ സവാമെന്തോ, ഷംസുദാരിമിന്തോ, അബൂറയ്യ ഉണ്ടോ, കൂട്ടായി അബൂബക്കറാജിണ്ടോ, തിരുവമ്പാടുണ്ടോ, ഒക്കെ അസ്റായീൽ നോക്കും. ആ ലീസ്റ്റിലുള്ള പേര്, ആരൊക്കെ പേര് ആ ലീസ്റ്റിലുണ്ടോ, ഈ വർഷം അടുത്ത ബറാഅത്ത് രാവിന്റെ മുന്നേ ആ ലീസ്റ്റിലുള്ള റൂഹിനൊക്കെ അള്ള പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വേണം? അല്ലാഹു തആലാന്റെ ഒരു തീരുമാനം അത് മാറ്റാൻ സാധ്യല്ല. അള്ള ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവിടെ മാറ്റാൻ സാധിക്കുന്ന കാര്യം ഒന്ന് മാത്ര. അതേതാ? എല്ലാവർക്കും അറിയില്ലേ? അള്ളാന്റെ തീരുമാനം മാറ്റുന്ന കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അദ്ദുആ. അല്ലേ? ദുആ. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആഉ. അള്ളാഹുവിന്റെ മുൻ തീരുമാനത്തെ മാറ്റിമറിക്കുകയില്ല, ഇല്ല ദുആഉ, ദുആ അല്ലാതെ മാറ്റിമറിക്കുകയില്ല. അപ്പൊ നമ്മള് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് കൊടുത്ത ലിസ്റ്റില് റൂഹിനെ, ഈ വർഷം റൂഹിനെ പിടിക്കാൻ പോകുന്നവരുടെ ലിസ്റ്റില് സാധുവായ എന്റെ പേരുണ്ട്, അല്ലെങ്കിൽ ഇന്നാലിന്ന ആരുടെ പേരുണ്ടെങ്കിൽ ആ പേര് അതിൽ നിന്ന് ഒഴിവായി കിട്ടണം. വേണ്ടേ? സവാമ വേണ്ടേ? അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുത്ത ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടെങ്കിൽ അത് മാറ്റിക്കിട്ടണ്ടേ? അത് മാറ്റിക്കിട്ടാൻ എന്തേ മാർഗമുള്ളൂ? ദുആ. അള്ള തീരുമാനിച്ചതാണ് ഈ വർഷം ഇന്നാലിന്നാൾക്കാരുടെ റൂഹിനെ പിടിക്കണമെന്ന്. ആ തീരുമാനം നമുക്ക് മാറ്റിക്കിട്ടണം. ആ മാറ്റിക്കിട്ടാൻ നമുക്ക് എന്തേ മാർഗമുള്ളൂ? ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആഉ. ദുആ അല്ലാതെ, അള്ളാനോടുള്ള ദുആ അല്ലാതെ ആ തീരുമാനം മാറ്റാൻ മാർഗമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്റെ മനസ്സിലായി. ഗൾഫിലുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇന്നു ഉറങ്ങണ്ട. ഇന്നു ഉറങ്ങേണ്ട ദിവസമല്ല. എല്ലാ ദിവസവും നമ്മൾ കൂടുതൽ സമയം ഉറങ്ങുന്നവരല്ലേ? ആത്മാർത്ഥമായി ദ്വാരിക്കുക.
ആത്മാർത്ഥമായി ദ്വാരിക്കുക. അപ്പൊ അതുകൊണ്ട് മരിക്കുന്നവരെ തീരുമാനിക്കും. പിന്നത്തെ തീരുമാനം എന്താ? 5 കാര്യം തീരുമാനിക്കുന്ന ആരൊക്കെയാണ് വിജയികളായി മരിക്കുക, പരാജയപ്പെട്ടവരായി മരിക്കുക, ഈ വർഷം തീരുമാനിക്കുന്ന രാവാണ് ഈ മഹത്തായ രാവ്. അതുകൊണ്ട് റബ്ബേ, എന്റെ ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ എനിക്കു സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മുടെയൊക്കെയും ആഗ്രഹം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്ന ആ ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെയും. ആത്മാർത്ഥമായി റബ്ബേ, എന്റെ പേര് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്, ലിസ്റ്റിലാണ് നീ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്ന് എന്റെ പേര് മായ്ച്ച് വിജയികളുടെ ലിസ്റ്റിലേക്ക് മാറ്റി എഴുതണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട രാവാകുന്നു ഇന്ന്. സൂര്യൻ അസ്തമിച്ചാൽ ഗൾഫിലുള്ള മുഅ്മിനീങ്ങളുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന രാവ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങള് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഭക്ഷണം തീരുമാനിക്കുകയാണ്. എത്ര ആളുകൾ കൈനീട്ടി ജീവിക്കുന്നവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എന്തെല്ലാം മതക്കാരുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് ഇന്റെ മക്കൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു, ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഉച്ചക്കിന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാനില്ല. അതുകൊണ്ട് നിങ്ങളൊരു നേരത്തെ ഭക്ഷണം എനിക്ക് തരണേന്ന് പറയേണ്ട ഒരു ഗതികേട് അള്ളാഹു നമുക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല. അള്ളാഹു എത്തിക്കാതിരിക്കുമാറാവട്ടെ. അത് എന്ത് വേണം? നമ്മൾ ആത്മാർത്ഥമായി ദുആ എടുക്കണം. അതുകൊണ്ട് തന്നെ മഹാന്മാര് വളരെ വ്യക്തമായി പറയുന്നു, വിശുദ്ധമായ ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതണം. എത്ര യാസീൻ? 3 യാസീൻ. അവരെ ഞാനൊന്ന് പറയാണ്. പല സാധാരണക്കാരും വിളിക്കാറുണ്ട്, ഉസ്താദെ ഈ സെബീനന്റെ വക്കുമ്മെ, സെബീനാനാണല്ലോ ഇപ്പൊ നമ്മൾ സാധാരണ പാച്ചല്, അല്ലെങ്കിൽ മൗലിദിന്റെ കിതാബ് എന്നൊക്കെ പറയാം. ഈ മൗലിദിന്റെ കിതാബില് അസറിന്റെ ഫിറഗേനല്ല, പീനാണത്. അറബി മലയാളത്തില് പാ എഴുതൂല, ഫാനാണ് എഴുതുക. സവാമ അല്ലെ? ഫി ഫാനക്കാട് ഫൂക്കോയ വലിയ ഉഫാഫ ഒഫിത്തിറക്കിയ ഫയ കോഫിയുടെ പുതിയ ഫരിഫ് എന്ന് പറയാ. അത് പറഞ്ഞു നോക്കാം. സവാമ എന്ന് പറഞ്ഞു നോക്കി, കിട്ടെങ്കിൽ ഭാഗ്യം. ഫാനക്കാട് ഫൂക്കോയ വലിയ ഉഫാഫ ഒഫിത്തിറക്കിയ ഫയ കോഫിയുടെ പുതിയ ഫരിഫ്. വാസ്തവത്തിൽ എങ്ങനെ? പാനക്കാട് പൂക്കോയ വലിയ ഉപ്പാപ്പ ഒപ്പിത്തിറക്കിയ പഴയ കോപ്പിയുടെ പുതിയ പതിപ്പ. അപ്പൊ അസറിന്റെ ഫിറഗ്, അസറിന്റെ ശേഷം എന്ന മയനാക്ക് 3 യാസീൻ എന്ന് കാണാം. പക്ഷെ ഈ 3 യാസീൻ ഓതണം എന്ന് പറഞ്ഞതെല്ലാം കാണുന്നത് എവിടെയാണ്? അത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ്. നല്ല സമയത്തോ. പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ ഗൾഫിലുള്ള ചെറുപ്പക്കാര്, ഫാമിലി ഒപ്പമില്ലാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ ഞാൻ പറയുന്നത്. അത് സാധാരണക്കാർ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഈ രാവ് നസു കുസുമായി പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയാം. ഈ രാവിന് ആദരവും ബഹുമാനവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെ ഈ രാവ് ഒന്നും അല്ലാതെയായി കളയുന്നുണ്ട്. നിങ്ങൾ നോക്കി, യഥാർത്ഥത്തിൽ ഒരു യാസീൻ ഓതാൻ എത്ര മിനിറ്റ് വേണമെന്നറിയോ? 15 മിനിറ്റ് വേണം. നോക്കി അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ തജ്വീദിന്റെ ക്ലാസിന്റെ മുമ്പും ശേഷവും ആ വിശുദ്ധമായ ഖുർആനിന്റെ തെറ്റായി ഓതുന്നതിന്റെയൊക്കെ അതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സൂറത്ത് യാസീൻ ശരിയായ രൂപത്തിൽ വല്ലാതെ കാണാപ്പാടല്ല ആൾക്കാരൊക്കെ നല്ല തെറ്റില്ലാതെ പഠിച്ചോലാണെങ്കിൽ 15 മിനിറ്റ് എന്തായാലും വേണം. ഇന്റെ കണക്കിൽ 20 മിനിറ്റ് വേണം. നല്ല എപ്പോഴും യാസീൻ ഓതി പരിചയമുള്ളവരാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ ഗതിക്ക് ഷദ്ദും മദ്ദും ഒക്കെ നോക്കി മണിക്കളൊക്കെ നോക്കി ചോദാൻ പറ്റും. നല്ല ശ്രദ്ധിക്കട്ടെ, 3 യാസീനും ഒരു സൂറത്തു ദുഹാനും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതേണ്ടതുണ്ട്. ഏകദേശം ഒരു 1.25 മണിക്കൂർ വേണം. 3 യാസീനും ഒരു സൂറത്തു ദുഹാനും നമുക്ക് തെറ്റില്ലാതെ കഴിവിന്റെ പരമാവധി തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതണമെങ്കിൽ ഒരു 1.25 മണിക്കൂർ വേണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമുക്ക് ആകെ കിട്ടുന്ന സമയത്തിന് 1 മണിക്കൂറും 13 മിനിറ്റുമാണ്.
അവരെ എന്റെ സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ചില ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര് പള്ളിയിൽ നിന്ന് യശാബാങ്ക് കൊടുത്തേക്ക് യശാ നിസ്കരിക്കുന്ന ചില സഹോദരിമാരുണ്ടില്ലേ? ഇബ്രാഹിം ഉസ്താദെ, നമ്മളൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ഒരു മൈരിബിക്ക് ഉണ്ടാക്കിയ ഓല് വെച്ച് ഇങ്ങനെ കാലും നീട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും, കിബിലന്റെ നേരക്ക് കാലും നീട്ടിയിട്ട് ഒരു കാലും മറ്റേ കാലും മക്കും കയറ്റി വെച്ചിങ്ങാണ്ട് മൈരിബി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരപ്പായയില് യശാബാങ്കും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കും. പള്ളിക്കന്ന് യശാബാങ്കും ഒറ്റേക്കോലാന്ന് നിസ്കരിക്കും. അത് ഞാൻ ഇഷ്കാലാക്കിയെന്നൊന്നും നിങ്ങൾ പറയരുതോ. അതിപ്പോ നിങ്ങൾ ആ ഒരു വിഷയം സാധാരണക്കാരോട് പറയുമ്പോ ഇതുണ്ട്. യഥാർത്ഥത്തിൽ യശാ മഗ്‌രിബിന്റെ ഇടയിൽ 1 മണിക്കൂറും 20 മിനിറ്റും കിട്ടണമെന്നാണ്. എന്താണ്? മേഘത്തിലെ ചുവന്ന മേഘം മായാന്നല്ല പറയാ, അതിന് 1 മണിക്കൂറും 20 മിനിറ്റും പിടിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കലണ്ടറുകളിലൊക്കെയും മഗ്‌രിബ് കഴിഞ്ഞാല് 1 മണിക്കൂറും എത്രയുള്ളൂ? 13 മിനിറ്റ്. ഇപ്പോ 6:44 മഗ്‌രിബ് അല്ലേ? അല്ല, 6:48 ആണ്. 44 48 8:03 8:04 യശാവും. പലപ്പോഴും യശാ മഗ്‌രിബിന്റെ ഇടയിൽ കിട്ടുന്നത് 1.25 മണിക്കൂറാണ്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് കൊടുത്തേക്കെന്നെ നിസ്കരിക്കുക 5-6 മിനിറ്റ് കഴിയുന്നത് എന്തായാലും നന്നായിരിക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായാലും അതൊരു നിസ്കാരത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇപ്പൊ ഒരു 1.25 മണിക്കൂറാ കിട്ടുക. നമ്മളെ നാട്ടിലെ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാ. പുതുതായി വല്ല ശ്രോതാക്കളുണ്ടെങ്കിൽ ഓലുംപാതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. മഗ്‌രിബ് വരെ ഇങ്ങനെ ചിറ്റിക്കറങ്ങും മിച്ചത്തു കൂടെ. ഓല അങ്ങനെ ആ അയൽവാസി ബന്ധങ്ങളോടൊരു വർത്താനം പറഞ്ഞ് ഈ അയൽവാസി ബന്ധങ്ങളോടൊരു വർത്താനം പറഞ്ഞ് ഇങ്ങനെ ചിറ്റിക്കറങ്ങി പള്ളിക്കന്ന് ബാങ്ക് വെക്കുമ്പോ മഗ്‌രിബ് ബാങ്ക് വെക്കുമ്പോഴാണ് ഓലക്കൊടി ഇർത്തക്കല്. നിങ്ങൾ ഈ ഓലക്കൊടി ഇർത്തക്കാനൊരു ഒരു പരിപാടി ഉണ്ട്. കാരണം നമ്മൾ ഈ രാത്രി EC കുക്ക് ഉണ്ട്, ഗ്യാസൊക്കെ ഉണ്ട്. എന്നാലും എന്ത് ചെയ്യും? പുറത്തുള്ള വിറക് പെരയിലായിരിക്കും ഓലക്കൊടി വിറകൊക്കെ ഉണ്ടാവുക. അപ്പൊ രാത്രി സുബൈക്ക് എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാല്ല എന്താക്കും? ഒരു 4 ഓലക്കൊടിയും വിറകൊക്കെ ഉണ്ടാവും, അകത്തേക്ക് ഇർത്തക്കും സ്ത്രീകള്. അതൊരു സ്ത്രീകളുടെ സ്വഭാവ. അതേമായിക്കന്നെ രാത്രി എന്തെങ്കിലും കുടിക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരി വെക്കുക. ഇതൊക്കെ സാധാരണ ഇപ്പൊ നിങ്ങളൊക്കെ നാട്ടിൽ മുക്കം വയ്ക്കുന്ന എങ്ങനെയാണ് എനിക്ക് അറിയില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഒരു മഗ്‌രിബിന്റെ മുന്നേ രാത്രി കുറച്ച് വിറക് ഓലക്കൊടിക്ക് അകത്തേക്ക് ഇർത്തക്കും, ചായ ഉണ്ടാക്കാതെ കുറച്ച് വെള്ളം കോരി വെക്കും. ഇതൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ ചെയ്യാം മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം. കുട്ടികളെ കുളിപ്പിക്കാണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കളിച്ച് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഓല കുളിപ്പിക്കലൊക്കെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം. എന്നിട്ട് ഓല ആ നിസ്കാരപ്പായയിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു 7:30 മണി അയച്ചുണ്ടാവും. 8 മണിക്കാ ബാങ്ക്. ഇപ്പൊ 6:45 അല്ലെങ്കിൽ 6:44 മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഓല കുട്ടികളെ കുളിപ്പിക്കലും അതൊക്കെയും കഴിഞ്ഞ് ഓലൊന്ന് മൂത്രപ്പേരെ പോയി ഒന്ന് മൂത്രമൊഴിച്ച് മുന്തല്ലിന്ന് ചിലോല് ഇങ്ങേ പോലത്തന്നെ മുന്തല്ലിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുന്താതെ എന്നിട്ട് എന്താ കാര്യം? അന്തല്ലാത്ത കുറെ പെണ്ണുങ്ങളുണ്ട് നമ്മളെ പേരേല്. ഓലൊന്ന് മൂത്രമൊഴിച്ച് ഒക്കെ ഒന്ന് നിക്കാരക്കുപ്പായൊക്കെ ഇട്ട് എല്ലാം കഴിയുമ്പോഴേക്ക് 7:45 ഇനി ഓല എപ്പോഴാ 3 യാസീൻ ഓതുക? അതാ ഞാൻ പറഞ്ഞത്. ഈ 7:30 നിസ്കാരപ്പായയിലെത്തി മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായയിലെത്തി മഗ്‌രിബിക്കാരൻ കഴിഞ്ഞ് 3 യാസീൻ ഓതാൻ എവിടെ നേരം? മഹാന്മാരൊക്കെയും 3 യാസീൻ ഓതണം എന്ന് പറഞ്ഞത് യശാ മഗ്‌രിബിന്റെ ഇടയിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? എന്ത് വേണം? നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോട്, അങ്ങനത്തെ സ്വഭാവമുള്ളവരോട് പറയുന്ന നാളെ രാത്രി നിങ്ങൾ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഫോൺ ചെയ്യുമ്പോ നാളെ അല്ല ബത്ത ബലാത്തിരാവ് നാളെ നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് എല്ലാ പനിയും കഴിച്ച് നാളത്തെ ഒരു ദിവസമെങ്കിലും എല്ലാ പനിയും കഴിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിസ്കാരപ്പായയിൽ എത്തുന്നൊരവസ്ഥ. എന്നാൽ വാഹത്തായി 3 യാസീനും സൂറത്തു ദുഹാനും യശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതാൻ പറ്റും. ഇതൊരു കോച്ചിങ് ആണ്. അതൊക്കെ ഞാൻ വിജയിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ KMIC-യിലൊന്നും പറയുമ്പോഴൊന്നുമല്ല. നല്ല ഈ മദ്രസ ഏരിയയിലൊക്കെ നടക്കുന്ന ക്ലാസ്സില്ലേ 100-150 സ്ത്രീകളൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ റെഡിക്കങ്ങനത്തെ ട്രെയിനിങ് കൊടുത്താണ്ടല്ലോ
പെണ്ണുങ്ങളൊക്കെ അത് ഉറപ്പിച്ചു പോയി അതേമാതിരി ചെയ്യുന്ന എത്ര സഹോദരിമാരുണ്ട് ചിത്ത. നമ്മൾ പറയും സഹോദരിമാർക്ക് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു നോക്കി. ചില പെണ്ണുങ്ങൾ അതിന് സമയം കിട്ടുമല്ലോ ഉസ്താദേന്ന്. പിന്നെ ചില ചെറിയ കുട്ടികളുണ്ടാവും, 1 വയസ്സൊക്കെയും മുലകുതി പ്രായമൊക്കെയും കഴിയാത്ത കുട്ടികളുള്ള സഹോദരിമാരെ കുറിച്ച് ചിലപ്പോൾ ഒരു വിഷമാവും. അപ്പൊ നമ്മൾ ഈ വലിയ 3-4 വയസ്സായ കുട്ടികളൊക്കെ ഒരു മഗ്‌രിബിന്റെ നേരത്ത് കുളിപ്പിക്കൂലേ, അതൊക്കെ മഗ്‌രിബിന്റെ മുന്നേ തന്നെ ഒന്ന് കുളിപ്പിച്ച് നാളെ കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോ പറയാം. നമ്മൾ കേരളത്തിലുള്ളവരോട് പറയാനാണ്, എന്നും നമ്മളെ കുട്ടികൾ സ്കൂളിൽ നിന്നിട്ട് വരും, ആ ബാഗ് അങ്ങനെ സിറ്റ് ഔട്ടിൽ വെക്കും. ചിലർ കുട്ടികൾ ചായ കുടിക്കും, നേരെ ക്രിക്കറ്റിന്റെ കുന്തത്താന്ന് എത്തുങ്ങാണ്ട് കളിക്കാനാണ് പോകും. എന്നിട്ട് മഗ്‌രിബ് വാങ്ങുകോലം കളിക്കലാണ്. അങ്ങനെയൊക്കെ എത്ര മക്കളുണ്ട് നമ്മുടെ നാട്ടില്. സ്കൂളിന് കളിച്ചിട്ട് വീണ്ടും പെരയിലെത്തിയാൽ മഗ്‌രിബ് വാങ്ങുകോലം കളിക്കാണ്. നാളെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയണം, മക്കളെ ഇന്ന് ബറാത്ത് രാവാണ്, അതുകൊണ്ട് ഉമ്മാടെ കുട്ടി മദ്രസ വിട്ടിട്ട് നാളത്തെ കാലത്ത് അല്ല സ്കൂളിൽ വിട്ടാൽ നാളത്തെ വരണം. എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നേക്കന്നൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് നല്ല ഒരു സുഗന്ധമൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച്, ഞാൻ കഴിഞ്ഞ 2-3-4 ദിവസം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വലിച്ച ഈ പെണ്ണുങ്ങളെ ഫോട്ടോയിലെ കലണ്ടർ ഉണ്ട്, അല്ലെങ്കിൽ പലിശ സ്ഥാപനങ്ങളുടെ കലണ്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചീന്തി ഒഴിവാക്കി, പിന്നെ അതേമാതിരിക്ക് തന്നെ ഷോക്കേസിൽ വലിച്ച ബൊമ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുജുത്തി കുഴിച്ചിട്ട് നാളെ റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് പ്രവേശിക്കണം. അതിനൊരു സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി അല്ലാഹു തആല ഒരു ബറക്കത്തുള്ള വീടാക്കി മാറ്റാനുള്ള ഒരു ഉപദേശം നമ്മുടെ സഹോദരിമാർക്ക് നൽകി. മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് ഒലുണ്ടാക്കി നിസ്കാരപ്പായയിൽ കയറുന്ന സ്വഭാവം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ സഹോദരിമാർക്കുണ്ടെങ്കിൽ അവരോടൊന്ന് പ്രത്യേകം പറഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് ഒലുണ്ടാക്കാൻ നിന്ന പിന്നൊരു 3 യാസീൻ ഓതാൻ അവിടെ നേരം കിട്ടൂല. ഒന്നാണ് പേടിപ്പെടുത്തിയാൽ മതി, ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ മതി. അസ്രായീൽ അലൈഹിസ്സലാമിന്റെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. അബൂ റയ്യാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിന്, ബറാത്ത് രാവിന്റെ അന്നൊരു ലീസ്റ്റ് അസ്രായീലിന്റെ കയ്യിൽ കൊടുക്കത്തത്, അക്കൊല്ലം മരിക്കേണ്ട ആൾക്കാരെ പേരെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ എന്റെ പേരന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ മഗ്‌രിബ് ആവുമ്പോ ഒലുണ്ടാക്കിയിട്ടൊന്ന് ആത്മാർത്ഥമായി യാസീൻ ഓതി ദ്വാരനാലാന്നൊന്ന് പറഞ്ഞു നോക്കി. പെണ്ണുങ്ങൾ പോലിച്ചും ഈ മരണക്കും പെണ്ണുങ്ങൾക്ക് ഭയങ്കര പേടിയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലോണം ദ്വാരനാലേ നമുക്ക് ആയുസ്സും ആഫിയത്തും നമുക്കൊരു ഭക്ഷണത്തിൽ വിശാലതയ്ക്കും കിട്ടുള്ളൂ എന്നൊക്കെ ഒന്ന് നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് സെറ്റപ്പാക്കി നമ്മൾ ആ ഒരു യശാം മഗ്‌രിബിന്റെ സമയം ചില കിതാബുകളിൽ പറയുന്നത് മിൻ ഗൈരി കലാമിൻ അജ്നബിയിൻ എന്ന് കാണാം. എന്താ മിൻ ഗൈരി കലാമിൻ അജ്നബിയിൻ, അന്യതായ സംസാരം ഇല്ലാതെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ ഔറാദ് ചൊല്ലി അതിന്റെ സുന്നത്തും നിസ്കരിച്ച് പിന്നെ കനഗുണ വർത്താനം ഈ ഭൗതികമായ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ഒരു പിയമയച്ചത സംസാരിക്കാതെ ഈ 3 യാസീൻ ഓതണം എന്നും കിതാബുകളിൽ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോട്, ഇപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോ നമ്മളെ ചെറിയ കുട്ടികളൊക്കെ സൂറത്തു ദുഹാൻ ഓതുമ്പോ ചിലപ്പോ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും എമ്മ അതിൽ സൂറത്തു ദുഹാൻ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കുന്നവരുണ്ടാവും. അതൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കുക. മഗ്‌രിബ് വാങ്ങു കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലുള്ള മുസ്ഹഫ് ഒരു കാര്യം, ഒറ്റ കാര്യത്തോ KMIC-യിൽ അതൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. നമ്മളെ കയ്യിലുള്ള മൊബൈൽ നോക്കിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതണ്ടോ ഇപ്പൊ ഈ രാത്രി. അതിന്റെ മസലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതാൻ പറ്റുമോ, ടച്ച് സ്ക്രീനുള്ള മൊബൈലിന്റെ പേജ് മരിക്കാൻ ഒളു വേണോ, അതൊക്കെ നമ്മളെ ചർച്ച കഴിഞ്ഞിരിക്കുന്നു. നാളെ ആ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു രാത്രിയാണെന്ന് പറഞ്ഞ ആ രാവിലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ള ആ മുസ്ഹഫ് നീട്ടിപ്പിടിച്ച് ഒളൂ ചെയ്ത് ഖിബിലക്ക് മുന്നിട്ട് അവര് ഒരു സുന്നത്തുണ്ട് ആരെങ്കിലും ഒരാൾ ചെയ്താലോ, നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മുസ്ഹഫ് എടുത്ത് ഖിബിലക്ക് മുന്നിട്ട് മുസ്ഹഫ് തുറന്ന് ആ ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിന്റെ വിരലുമ്മ ഒരു ശീല കഷ്ണം ചിറ്റിച്ച് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താ.
ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലേ? ഞാനിപ്പോ എസ് അടിക്കാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ എസ് അടിക്കും. നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഖുർആൻ ഓതായിരിക്കുമ്പോ മിസ്വാക്ക് ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോ സുബൈന്റെ ശേഷം മിസ്വാക്ക് ഖുർആൻ ഓതുന്നവരുണ്ട്, യശാന്റെ ശേഷം ഖുർആൻ ഓതുന്നവരുണ്ട്, ഇങ്ങനെ പ്രത്യേകമായ ദിവസങ്ങളിൽ ഖുർആൻ ഓതുന്നവരുണ്ട്. ആരും ചെയ്യുന്നില്ല. ഒന്ന് ചെയ്യും. അല്ലാഹു തആല ഈ KMICക്ക് വേണ്ടി വലിയ വലിയ സംഖ്യകൾ ചിലവഴിക്കുന്ന ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ താഹിറുദ്ദീൻ ഹാജി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തൊക്കെ നൽകുമാറാവട്ടെ. താഹിറുദ്ദീൻ ഹാജിയുടെ ശബ്ദം ഞാൻ മുമ്പ് ക്ലാസ് റൂമിൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. താഹിറുദ്ദീൻ ഹാജിയുടെ ശബ്ദം ഈ ക്ലാസ് റൂമിലുള്ള 99% ആൾക്കാരും കേട്ടിട്ടില്ല. പക്ഷെ ഈ ക്ലാസ് റൂമിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരൊക്കെ എത്രയോ സംഖ്യകളാ ചെലവഴിക്കുന്നത്. അപ്പൊ അവർക്കൊരു കൂലി കിട്ടുമല്ലോ. ഞങ്ങളൊരു KMIC എന്ന ക്ലാസ് റൂം തുടങ്ങി, അത് നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമ്പാദ്യം ഞങ്ങൾ ചെലവഴിച്ചു. ആ ക്ലാസ് റൂമിലൂടെ ഓരോ ഉസ്താദന്മാര് ഓരോ കാര്യം പറഞ്ഞ് ആ സാധാരണക്കാർ അത് ചെയ്യാൻ തുടങ്ങി. ആ താഹിറുദ്ദീൻ ഹാജിയുടെ അമ്മ വാപ്പയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. ഓരോ കബറിലേക്ക് അതിന്റെ കൂലി കിട്ടും. അതാക്കെ ശരി. ഇപ്പൊ ഈ സമയത്ത് PM അയക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റപ്പുല്ലിമേന്ന് ഈ ടോർച്ചിന് ഒറ്റപ്പുല്ലി നല്ലതാ, പക്ഷെ റേഞ്ചിന് ഒറ്റപ്പുല്ലി നല്ലതല്ല. അതല്ലേ ഈ പഴയ കാലത്ത് വയസ്സന്മാർ യശാക്ക് വല്ലിക്കൊക്കെ പോകുമ്പോ ഈ ഒറ്റപ്പുല്ലിയേറ്റ് പോകും. ടോർച്ചിന് ഒറ്റപ്പുല്ലി നല്ലതാ. ഞാൻ ഇപ്പൊ ഒറ്റപ്പുല്ലിമ അങ്ങനെ നിൽക്കാൻ ഒരു മിനിറ്റ്. ഞങ്ങളെ ഇഷ്കാലൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ നിങ്ങളെല്ലാം ഇഷ്കാലം തീരും മനുഷ്യന്മാരെ. നിങ്ങളെ ഇഷ്കാലം തീരാതെ എന്റെ ക്ലാസ് മുന്നോട്ട് പോകില്ലാന്ന് കുഴപ്പമില്ല. ഒരു സവാമ ഒരു മിനിറ്റ് നമ്മളെ ലൈവ് വരാതെ അയക്കണമെന്ന് തോന്നുന്നു. ഞാനതൊന്നും തീയത്തിലെത്ത. കാരണം സാധുക്കൾ അവരുടെ സംശയങ്ങൾ തീരാനാണ്. മിസ്വാക്ക് സംബന്ധമായ എല്ലാ സംശയങ്ങളും രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കണ്. ഇപ്പൊ ഓരോരുത്തർ അറാക്ക് പോരേനൊക്കെ ചോദിച്ച് PM അയക്കാണ്. അതൊക്കെ രാവിലെ എങ്ങനെയാണ് ബ്രഷ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്, എല്ലാ ചർച്ചകളും എല്ലാതും പാടെ ഒരു സമയത്ത് ചർച്ചക്ക് വിധേയമാക്കാൻ നമ്മളെ കൊണ്ടാവൂലല്ലോ. വ്യത്യസ്തമായ സമയങ്ങളിൽ KMICയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൺലൈനിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ എല്ലാ സമയത്തും KMICയിൽ സ്ഥാനമുറപ്പിക്കുക. അപ്പൊ നമുക്ക് എല്ലാ വിഷയങ്ങളും വിശാലമായി പഠിക്കാൻ അവസരം കിട്ടുമെന്ന് എന്റെ പുതിയ ശ്രോതാക്കളെ സാന്ദർഭികമായി അറിയിച്ച്, മിസ്വാക്ക് സംബന്ധമായ ചർച്ചകൾ മുമ്പ് നടന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിന്റെ ചർച്ചയിലേക്ക് കടക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല, ഈ 3 യാസീൻ ഓതാൻ വേണ്ടി മുസ്ഹഫ് നിർത്തുന്നതിന്റെ മുമ്പേ നമ്മുടെ കൈവശമുള്ള അറാക്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്രഷോ അല്ലെങ്കിൽ വിരലും ഒരു ശീല കഷ്ണം ചിറ്റിച്ച് ആ മുസ്ഹഫ് ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു, ഖുർആൻ ഓതുവാൻ വേണ്ടിയുള്ള മിസ്വാക്ക് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടെ ആ ഒരു ശീല കഷ്ണം കൊണ്ട് നമ്മളെ പല്ലും ഒന്നിങ്ങത്ത് വലതിയാല് പതച്ചോനെ അതിൻ്റെക്കും കൂലി എത്തരെ, ആ യാസീൻ ഓതുന്നതിന്റെ കൂലി എത്തരെ. ഞാൻ ഈ സമയത്തൊരുപാട് ശ്രോതാക്കളുണ്ടായത് കൊണ്ട് ഒരൊറ്റ കാര്യം പറയട്ടെ. മിസ്വാക്ക് ചെയ്ത് ഒരു റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചാൽ 1890 റക്അത്ത് നിസ്കരിച്ച പ്രതിഫല മുഅ്മിനീങ്ങളെ. സുബഹി 2 റക്അത്താണല്ലേ? സുബഹി 2 റക്അത്ത് നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു. ആ സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു സാധാരണ ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അറാക്ക് ഉപയോഗിച്ചിട്ടോ വിരലും ശീല കഷ്ണം ചിറ്റിച്ചോ ഒന്ന് പല്ലും ഒന്ന് വലതിയാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പ് ആ സുബഹിയുടെ ഒരു റക്അത്തിന് 27 പെരുക്കണം 70, 1890 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് 1890 പെരുക്കണം 2 സമം എത്രയാണെങ്കിൽ അത്ര റക്അത്ത് നിസ്കരിച്ച പ്രതിഫല. എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അപ്പൊ നിങ്ങൾ ആ ഖുർആൻ ഓതാൻ ഇരിക്കുമ്പോ ഒരു ശീല കഷ്ണം കൊണ്ട് നമ്മളെ പല്ലുമക്കൂടെ മിസ്വാക്ക് ചെയ്യുന്നു എന്ന സുന്നത്ത് പ്രകാരം ഒന്നത് ചെയ്താലും വലിയ ബറക്കത്ത് കിട്ടും. അങ്ങനെ 3 യാസീൻ ആ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുട്ടികളോടൊക്കെ ഒന്ന് പറയാ. 3 വയസ്സ് 4 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നിങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും അവനാന്റെ പായയിൽ ഇരുന്നിട്ട് യാസീൻ ഓതാൻ തുടങ്ങണം. അതിന്റെ ഇടയിൽ ആരും വർത്താനം പറയരുത്. ഇനി മൊബൈൽ ആരെങ്കിലും വിളിക്കുക, തൽക്കാലം ആ മൊബൈൽ അതിന്റെ അറ്റൻഡ് ചെയ്യണ്ട. ഏറി കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ച വിവരേക്കാൾ അങ്ങനെ തന്നെ അത് ഉറപ്പിക്കും. അതിനോടൊന്നും വിചാരിക്കരുതോ. ഈ മൊബൈൽ വല്ലാതെ സ്വീപ്പാക്കും. നമ്മൾ യാസീൻ ഓതുന്നതിന്റെ ഇടയിലേക്കാരം മൊബൈൽ ബെല്ലടിക്കും.
നമ്മൾ ആളെ മൊബൈൽ ആച്ചിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്താ ഹലോ നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു ഓഫർ ഉണ്ട്. ഇപ്പൊ എന്തായി നമ്മളെ യാസീൻ അവിടെ എത്തി. ഈ ഓഫർ കേൾക്കാനായിരിക്കും ഏതേലും ഈ ഫോൺ അറ്റൻഡ് ചെയ്യുക. തൽക്കാലം ആ ഫോൺ അത് സൈലന്റ് ആക്കുക. ഭർത്താവിനോട് ഗൾഫിൽ ഉണ്ടെങ്കിൽ പറയാം നാളെ എനിക്ക് ഫോൺ ചെയ്യരുത് തോന്നാറിയ. ഇനി ഏറി കഴിഞ്ഞാൽ മരിച്ച അതിന്റെ ഇടയിൽ ഇപ്പൊ ഇനി ആരെങ്കിലും മരിക്കാൻ പോകുന്ന അങ്ങനെ തന്നെ തീരുമാനിച്ചു നോക്കി. ആരും മരിച്ചിട്ടുണ്ടാവില്ലാന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം. ഞാൻ ഇപ്പൊ മൊബൈൽ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, ബാത്റൂമിൽ ഇരിക്കുമ്പോ മൊബൈൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും കണ്ട് മരിച്ചു എന്താവും എന്നൊക്കെ ഒരു തോന്നല് നമുക്ക് അത് വരികയാണ്. ഈ തോന്നൽ ഇബിലീസ് നമ്മെ പേപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും, അതിന് ഞാൻ ഉത്തരവാദിയല്ല, അത് വേറെ കാര്യം. പക്ഷെ കുറച്ചൊക്കെ നമുക്കൊരു മനക്കരുത്ത് വേണം. ഈ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുള്ള ഒരു മനക്കരുത്ത് ഉണ്ടെങ്കിൽ തന്നെ കുറെ അമൽ സഹിയായി കിട്ടും. നമ്മളെ നിൽക്കാനും സഹിയാവും, യാസീനോത്തും ഉസാദത്തും ഒക്കെ ഉസാദത്തും. ഈ ഒരു ബേജാറ് കാരണം കുറച്ചൊക്കെ ആ മൊബൈലാണ്ട് സൈലന്റ് ആക്കിയിട്ട് ഒരു ഭാഗത്താണ്ട് വെക്കുക. ഈ 3 യാസീൻ ഓടി കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, ചിലപ്പോൾ നമ്മൾ യാസീൻ ഓടിന്റെ ഇടയിലേക്കാലം വാട്സാപ്പിൽ എന്തെങ്കിലും വന്ന് വള്ളത്തെ അമ്മിക്കുത്തി ചാടിയ മാതിരി ഒച്ച കേൾക്കും. നമ്മളപ്പം അതൊന്ന് നിർത്തുവെക്കും. അപ്പൊ അതിൽ വേറെ ആരെങ്കിലും പോസ്റ്റർ ചെയ്ത ക്ലിപ്പായിരിക്കും, ഫോട്ടോ ആയിരിക്കും. അപ്പൊ നമ്മൾ അയിമക്കാവും ശ്രദ്ധ. അപ്പൊ അതൊക്കെ നമ്മളൊരു തീരുമാനം, ഒരു മനക്കെടുത്ത് എന്റെ ഒരു 3 യാസീൻ ഒരു അന്യതായ സംസാരം ഇല്ലാതെ സംഭവിക്കണം. അതൊക്കെ നമ്മൾ അതിനുള്ള തീരുമാനങ്ങൾ മുൻകൂട്ടി കാണണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ ഒന്നാമത്തെ യാസീൻ ഓതുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് യാസീൻ ഓതേണ്ടത്. 3 യാസീൻ മഹാന്മാര് പറയുന്നു. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, സാധാരണക്കാര് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ അൽ ബറക്കത്തു ഫിൽ ഉംരി, ആയുസ്സിൽ ബറക്കത്ത്, ദീർഘായുസല്ല. ദീർഘായുസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലാണ്. ഒരാള് 95 വയസ്സ് വരെ ജീവിച്ചു, മൂത്രത്തിന് ചൂപിട്ട് മൂക്കിൽ ചൂപിട്ടും കാന്തി, എന്താ ഇപ്പം ജീവിച്ചിട്ട് കാര്യം? ഉള്ള ആയുസ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹു തആല താജുൽ ഉലമയുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. താജുൽ ഉലമ വഫാത്താവുന്നത് 95-96 വയസ്സില അല്ലെ. തലേ ദിവസം പോലും, മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അതാണ് ബറക്കത്ത്. അല്ലാതെ കുറെ ഇങ്ങനെ തൊള്ളയിലൊരു വള്ളം കീപ്പത്തറക്കാൻ വയ്യാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മത്സ്യത്തിൽ കടന്നുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് അതാണ്. നോക്കി നിങ്ങൾ, മഹാനായ കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ. നമ്മൾ 24 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉസ്താദ് 24 മണിക്കൂർ കൊണ്ടാ ചെയ്യുന്നത്. നമ്മളെ കൊണ്ടാവോ? ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം. ഉച്ചക്കൊരു നിശ്ചയത്തിന് പോവാന്നെങ്കിൽ പിന്നെ രാവിലെ ഒരു വൈക്കൂല്ല. രാവിലെ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കും ഞാനടക്കം. എന്താ ആചാര്യെന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ഒന്നല്ല, ഒരു കല്യാണ നിശ്ചയമുണ്ട്. ഒരു കല്യാണ നിശ്ചയത്തിനും വേണ്ടി ആചാര്യ പേരേല് രാവിലെ കാത്തിരിക്കൽ തുടങ്ങിയതാ. ആ കല്യാണ നിശ്ചയം കഴിഞ്ഞ് വന്നാലോ ആചാര്യ അന്ന് അസോയ്ക്കൊന്നും പുറത്തേക്ക് കണ്ടില്ല. എല്ലാ ആചാര്യ അന്ന് മൈലിബിക്കൊന്നും പള്ളിക്ക കണ്ടില്ലല്ലോ. അതൊന്നും പറയണ്ട. മറ്റോന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞ് വന്ന് അപ്പൊക്കെ നേരെ ഒരു ആചാര്യ ഒരു ദിവസം ചെയ്ത അമലെന്താണ് നിങ്ങള്? ഒരു കല്യാണ നിശ്ചയത്തിന് പോയതാ. നിങ്ങൾ AP ഉസ്താദിന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യം ഉസ്താദ് 24 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. അതാണ് വയസ്സിൽ ബറക്കത്ത്. ഓരോ സെക്കൻഡും നഷ്ടപ്പെടാതെ ഉപകാരപ്രദമായ അവസ്ഥയിലാവുക. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല ജീവിച്ചതാകെ 40-45 വയസ്സാണ്. പക്ഷെ ആയിരക്കണക്കിന്, അതല്ല 400 ചില്ലാൻ കിതാബ് എഴുതിണ്ടാക്കിന. നമ്മളെ കൊണ്ടാവോ? ഞാനിപ്പോ ഹൈലും നിഫാസിനും കുറിച്ചിട്ടൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു എന്നല്ലാതെ ഇതുവരെ ബിസ്മി എഴുതിയിട്ടില്ല. സവാമ ഞാനിങ്ങനെ ഈ ഇസ്തിഹാലത്തിന്റെ മസാല, കാരണം നമ്മൾ എത്ര പറഞ്ഞാലും പെണ്ണുങ്ങളെ പിന്നി മറക്കും. ഒരു മാസം കഴിയുമ്പോ കോലത് മറക്കുകയാണ്. എന്നപ്പൊ നമ്മളങ്ങനെ KMIC ഒരു ക്ലാസ് എടുത്ത് അത് നമ്മളെ ഓൺലൈൻ ക്ലാസ് റൂമിന്റെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് റെക്കോർഡ് ചെയ്ത്. പക്ഷെ ഒരുപാട് സാധാരണക്കാർക്ക് അതൊന്നും അറിയില്ല, റെക്കോർഡൊന്നും എടുക്കാൻ അറിയില്ല. നമ്മളെ വയനാട് ഭാഗത്തിന്റെ ഒരു 5 പെണ്ണുങ്ങൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ,
അതിലൊരു സഹോദരിയുടെ പെൺകുട്ടിയുടെ കല്യാണം ഇന്നലെ ആയിരുന്നു എന്നെ വിവരം അറിയിച്ചിരുന്നു. അള്ളാഹു ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ആ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അള്ളാഹു നല്ലൊരു ബറക്കത്തുള്ള കുടുംബ, ഒരു 5 സഹോദരിമാർ എന്നും രാവിലെ 10 മണിക്ക് KM വൈസിയുടെ ക്ലാസ് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന 5 പെണ്ണുങ്ങൾ. പിന്നെ ഒറ്റങ്ങൾക്ക് വേറൊരു പണിയുണ്ട്, ഓല് എന്ത് മസല കേട്ടാലും ചുറ്റുഭാഗത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അള്ളാഹു ബറക്കത്തുള്ള ഒരു കുടുംബാക്കി മാറ്റത്തെ. ഓരോട് പറയാന് www.com സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിൽ കയറിയാല് ഈ ക്ലാസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാനാണ്. ഓൽക്കെന്ത് .com, ഓൽക്കെന്ത് ഓൺലൈൻ ക്ലാസ് റൂം. നമ്മൾ ഈ റേഡിയോത്തിൽ കൂടെ കേൾക്കുന്നത് ഓലിങ്ങനെ കേൾക്കുന്നതെന്ന് മാത്രം. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഞാനൊരു വിഷയം പറയാണ്. അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചു, അത് സംബന്ധമായ സാധാരണക്കാർക്ക് തിരിയുന്ന രൂപത്തിൽ ഒരു പുസ്തകമാക്കി ഇറക്കിയാല് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലുള്ള സഹോദരിമാർക്ക് അതൊരു ഉപകാരം ചെയ്യുന്നു തീരുമാനിച്ചിട്ട് 3 മാസമായി. ബിസ്മി ഇതുവരെ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചിട്ട് 3 മാസമായി, അതിന്റെ ബിസ്മി ഇതുവരെ എഴുതാക്ക് കൂടിയിട്ടില്ല. നേരെ മറിച്ച് മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു 40 വയസ്സ് വരെ ജീവിച്ചത് 400 ചില്ലാൻ കിതാബ് എഴുതിന 400 ചില്ലാൻ കിതാബ് എഴുതി 47 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു ബിസ്മി എഴുതാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. ഇതാണ് അൽ ബറക്കത്തു ഫിൽ ഉംരി, ആയുസ്സിലുള്ള ബറക്കത്ത്. അതാ, ഒരു സെക്കൻഡ് ഓൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം ഈ ദുന്യാവിൽ കാണും. നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിട്ടുണ്ടാ, എന്ത് ഗുണം ആൾക്കാർക്ക്. ഞാൻ എപ്പോഴും പറയാറില്ലേ, അള്ളാഹുവിനോട് ഇപ്പൊ നമ്മളൊക്കെ ദ്വാരക്കണം, അള്ളാ ഞങ്ങളൊരു വയസ്സ് AP ഉസ്താദിന് കൊടുത്താല, AP ഉസ്താദിന് ആഫിയത്തോടു കൂടെ കുറെ കാലം വരെ ജീവിപ്പിക്കണേ. അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ട്, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇന്റെ ഒരു വയസ്സ് AP ഉസ്താദിന് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ദ്വാരിക്കണം, എല്ലാവരും. കാരണം AP ഉസ്താദ് ഒരു 10 കൊല്ലം വരെ ജീവിച്ചാൽ അതിന്റെ ഗുണം ഈ സമൂഹത്തിന് കാണും. നമ്മൾ 10 കൊല്ലം ജീവിച്ച ഭൂമിക്ക് ഭാരം എന്നല്ലാതെ വേറെന്താ ഉള്ളത്? അല്ല ഹക്കീം ബാവക്ക ക്ലാസ് റൂമിൽ തോന്നല്ലേ? AP ഉസ്താദും കോത്തൂർ ഉസ്താദും പേരോട് ഉസ്താദും ബൊൽമ ഉസ്താദൊക്കെ ഇവിടെ കുറച്ചു കാലം ജീവിച്ചാൽ അതിന്റെ ഗുണം ഈ സമൂഹം അനുഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാണ്, എന്താ നിയ്യത്ത് വെക്കുന്നത്? നമ്മൾ കുറെ അള്ളാഹ് ആയസ് കൊണ്ടാ, ദീർഘായുസ് കൊണ്ടാന്ന് മാത്രല്ല, ആഫിയത്തുള്ള ആയുസ്, ബറക്കത്തുള്ള ആയുസ് ലഭിക്കണേ എന്ന നിയ്യത്ത് പ്രകാരം 1ാമത്തെ യാസീനോദം. എല്ലാവരും മറക്കുമെന്നുള്ളവര് അവനവന്റെ വീട്ടിലുള്ള ഭാര്യ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുള്ള സാധാരണക്കാർ എഴുതി വെക്കണം. എന്നിട്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഈ സെബീനയിലൊക്കെ നിങ്ങൾ പലതും കാണും. ഞാൻ കിതാബ് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഈ വിഷയ സംബന്ധമായി 3 യാസീൻ ഓതേണ്ട സംബന്ധമായ കിതാബ്, ഞാൻ ഈ കിതാബ് ഇപ്പോൾ ഈ വിഷയം ഉദ്ധരിക്കുന്നത് ഞാൻ സാധാരണക്കാരും മനസ്സിന് സമാധാനത്തിന് വേണ്ടി ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിന്റെ ഒരു ഷറഹ് ഉണ്ട്. ഏത്? ഇത്തിഹാഫ് സാദത്തുൽ മുത്തഖീൻ, ഇത്തിഹാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബ് ഉണ്ട്. ആ കിതാബ് ഉദ്ധരിച്ചും കൊണ്ടാണ്. അല്ല, അപ്പൊ ഞാൻ സെബി നോക്കിയിട്ടൊന്നല്ല പറയുന്നത്, ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ 1ാമത്തെ യാസീൻ ഹലോ, ഞാനൊന്ന് ഡീസിയല്ല, ഞാനിപ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ കിതാബിലേക്കും നോക്കുന്നുണ്ട്, എന്റെ റേഞ്ചിന്റെ പുല്ലിമക്കും നോക്കുന്നുണ്ട്. കേട്ടോ? കേക്കാലേ? ഞാൻ പുല്ലി പോയ മാതിരി, ഒരു പുല്ലി പോയ മാതിരി തോന്നിക്ക്. അപ്പൊ അതാണ് എന്ത്? അൽ ബറക്കത്ത ഫിൽ ഉംരി, വയസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ. സുമ്മ ഫിസ്സാനിയത്തി, പിന്നെ 2ാമത്തെ യാസീനിൽ അവൻ ചോദിക്കണം അല്ലാഹുവിനോട് അൽ ബറക്കത്ത ഫിൽ റിസ്ഖി, ഭക്ഷണത്തിൽ ബറക്കത്ത്. കുറെ ഭക്ഷണല്ലാണ്, എന്തിനപ്പൊ കുറെ തിന്നിന്? നിങ്ങൾക്ക് കേൾക്കണം, ഒരു ദിവസം 10 ഈത്തപ്പഴം കഴിച്ചാൽ വല്ലാത്ത ആരോഗ്യ. ഈ ഗൾഫേർ ഇപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യുന്നത്? ഈ ഗൾഫുകാരായ ഒരേ ആൾക്കാർ ഇങ്ങനെ കണ്ണി കണ്ട ഓരോ മുട്ടായി വെച്ച് വരും. നമുക്കും കിട്ടുന്നുണ്ട് ഇപ്പോ KMIC-ക്കാർ വരുമ്പോഴേ. ഞാൻ പറയുന്ന ആ മുട്ടായിക്കും വാങ്ങുന്നതിന് പകരം നല്ല ഈത്തപ്പഴം വാങ്ങി വെക്കാൻ. അതായത് ഈത്തപ്പഴത്തിന്റെ ഒരു മഹത്വം ഞാൻ പറയട്ടെ. ഈ മുത്തില്ലേ, മുത്ത് നമ്മുടെ ഈ മാണിക്യം മുത്ത് എന്ന് പറയുന്ന സംഗതി,
അതിപ്പോ കയ്യിൽ പിടിച്ചാൽ ഒരു ഭാരല്ലല്ലോ അല്ലേ? മനസ്സിലായോ? മുത്തില്യ മാണിക്യം. ഈ മാണിക്യം കയ്യുമ്മതാണ് നമുക്ക് വലിച്ച പ്രയാസമുണ്ടോ? ഇല്ല. പക്ഷെ ഈ മാണിക്യം ഒന്ന് വിറ്റ് കാശാക്കി വെക്കാന് ആ കാശ് നമ്മളെ കൊണ്ട് പൊന്തിച്ചാൻ സാധിച്ചില്ല. അത്രയും വലിയ നോട്ടും കെട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു മുത്ത് നമ്മളെ കയ്യമ്മ ധരിക്കാൻ നമുക്കൊരു പ്രയാസമില്ല. ആ മുത്തുങ്ങൾ ആ മാണിക്കൊന്ന് വിറ്റ് കാശാക്കി ആ നോട്ടും കെട്ട് നിർത്തക്കാൻ നമ്മളെ പെരയിൽ സ്ഥലം ഉണ്ടാവൂല. ഇതേപോലെയാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം നമ്മുടെ 10 ചൊല ഈത്തപ്പഴം അത് നമുക്കൊരു പ്രയാസമില്ല കയ്യിൽ പിടിക്കാൻ. പക്ഷെ ആ ഈ 10 ഈത്തപ്പഴം ഒരു ദിവസം തിന്നാൽ അതിന്റെ മഹത്വം, അതിന്റെ ശാരീരികമായ ഗുണം വലുതാ. അപ്പൊ കുറെ തിന്നോണ്ടൊന്നും കാര്യമില്ല, എത്ര തിന്നിട്ടും കാര്യമില്ല. ആ ചില ആളുകളൊക്കെ എത്രയോ തിന്നുന്നുണ്ട്, പക്ഷേ അവന്റെ ശരീരം വെക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ ഭക്ഷണത്തിൽ ഒരു ബറക്കത്തുണ്ട്. ഉള്ളത് വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടുക, അതാണ്. അല്ലാതെ ഇപ്പം എന്തേലും ഒരാൾ ഒരു മാസം പട്ടിണി കടന്നിട്ട് 31ാമത്തെ ദിവസം ഒരു ബിരിയാണി ചെമ്പ് പറ്റ മുമ്പ് കിട്ടീനൊക്കെ എന്താ കാര്യം? കാര്യം എന്താ? 30 ദിവസം ഒരാൾ വിശപ്പടക്കാൻ മാർഗമില്ലാതെ വിഷമിച്ച് 31ാമത്തെ ദിവസം ഒരു ബിരിയാണി ചെമ്പ് പറ്റ മുമ്പ് വന്ന് ഒരു കാര്യം ഇവനെ കൊണ്ട് തിന്നാൻ പറ്റൂല, ഇവനെ കൊണ്ട് തിന്നാൻ പറ്റൂല. മുമ്പ് ഒരാൾ പറഞ്ഞു 2 മണിക്ക് അള്ളാഹു നോമ്പ് തുറക്കല് ആക്കിയിട്ടുണ്ടെങ്കിൽ എത്ര രസമായിരുന്നു എന്നല്ലേ. ഉച്ചക്കൊക്കെ റമദാൻ മാസത്തിൽ നോമ്പ് വെച്ചിട്ട് ഉച്ചക്കൊരു 2 മണിക്ക് നമ്മളെ മുമ്പ് ഒരു 4 പ്ലേറ്റ് കപ്സ വന്നോക്കൊണ്ട് അഡ്രസ് ഉണ്ടാവില്ല ദുന്യാവിൽ ആ കപ്സന്റെ. നേരെ മറിച്ച് മൈരിബിക്കോ, നിങ്ങൾ ശ്രദ്ധിക്കണം, മൈരിബിക്ക് 4 പ്ലേറ്റ് കപ്സ മുമ്പ് വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഞമ്മക്ക് ഇനി ഒന്നും വേണ്ട. എന്റെ അവസ്ഥ പറഞ്ഞത്. ഉച്ചക്കൊക്കെ ഇങ്ങനെ ചില സംഗതി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോക്ക് തോന്നും അത് തേയിലേക്കാരം, അത് തേയിലേക്കാരെന്ന്. ഇജെന്തത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് തിന്നാൻ തേയോന്ന്. പക്ഷെ മൈരിബി ബാങ്ക് വെത്തുന്ന ക്ലാസ് വെള്ളം ചെന്നാല് പിന്നെ നമുക്കൊന്നും വേണ്ട. എന്റെ കാരണം വിശപ്പ് ചത്തു അല്ലേ? മൈരിബി ആകുമ്പോഴേക്ക് നമ്മുടെ വിശപ്പ് ചത്തു, പിന്നെ നമുക്കൊന്നും വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലോടുകൂടെ എല്ലാ വിശപ്പും കഴിഞ്ഞ് എന്നതുപോലെ ഒരു മാസക്കാലം പട്ടിണി കിടന്ന് 31ാമത്തെ ദിവസം മരിച്ച് വിശപ്പടക്കാൻ എന്തെങ്കിലും ഉണ്ടായിത്തീരുക, അതാണ് ബറക്കത്ത്. വലൈക്കും അസ്സലാം. ഒറ്റ മിനിറ്റ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ 1ാമത്തെ യാസീന് ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, 2ാമത്തെ യാസീന് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, 3ാമത്തെ യാസീന് ആക്കിബത്ത് മരണം നന്നായി മരിക്കാൻ, ഈമാനോടുകൂടെ കാമിലായ ഈമാനോടുകൂടെ മരിക്കാനുള്ള നീയത്തും വെച്ച് 3 യാസീൻ ഓതുക. അതിന്റെ ശേഷം സൂറത്ത് ദുഹാൻ ഓതുക. ഇൻഷാ അല്ലാ കബീർ വീപ്പിൽ ഓക്കെ ഇക്കണോ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ. ഒരു ബറാഅത്ത് രാവിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ഇപ്പൊ വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ ലൈവ് കൊടുക്കാൻ സമയം പോവും. അതുകൊണ്ട് കബീർ വീപ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്യണം. ബറാഅത്ത് രാവിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാര് എന്താണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്, ആ നിസ്കരിക്കാൻ സാധിക്കുന്നവർക്ക് ആ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ ഫിഖിഹിയായ നിയമവശം, നിസ്കരിക്കണോ നിസ്കരിക്കണ്ടയോ ചർച്ച, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇബാദത്ത് പ്രേമികൾ നമ്മുടെ KMIC-യിൽ ഇഷ്ടം പോലെയുണ്ട്. നല്ല നല്ല കാര്യങ്ങളും സുന്നത്ത് നിസ്കാരത്തിനൊക്കെയും താല്പര്യം കാണിക്കുന്നവര്. അപ്പൊ അതിന് പലവരും പല രൂപത്തിലും അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് പറയാം. സവാമ കബീർ PP അവിടെ ദുആ തുടങ്ങിയെന്നൊക്കെ പറയുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടന്നാ പിന്നെ വരുന്നത് വരെ ഉസ്താദ് തുടർന്നാലൊന്ന്. ശരി, ഇപ്പൊ കബീർ അവിടെ ദുആ തുടങ്ങിയെന്നാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ഇതൊന്ന് പറയാം. നമ്മൾ 3ാമത്തെ യാസീന് അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മളെ ഈ മൗലിദിന്റെ കിതാബില് വേറെ ചില നെയ്യത്തുകളാ കാണാനുള്ളത്. ഇതിപ്പോ മൗലിദിന്റെ കിതാബിൽ നമ്മൾ എതിർക്കല്ലോ. അപ്പൊ നമ്മൾ ചില സഹോദരിമാരൊക്കെ ഈ മൗലിദിന്റെ കിതാബൊക്കെ നോക്കിയിട്ടേ ചിലപ്പോ ഈ വാട്സാപ്പിലൊക്കെ പലരും പല മെസ്സേജുകൾ അയക്കും. ബറാഅത്ത് രാവിലെ ഓതേണ്ട യാസീന്റെ നെയ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോ ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യാവൂ അല്ലെ, എവിടെങ്കിലൊക്കെ ഈ കണ്ടത് ഇങ്ങോട്ട് എഴുതിയിട്ട് അങ്ങനെ അതെന്ത് കൊടുക്കലാണ്.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്തുഹാഫ് നിഹായത്തുൽ അമൽ പോലത്തെ നമ്മുടെ ഈ മുജറബാത്തു ദൈറബി ഇത് സംബന്ധമായി ചർച്ച ചെയ്യുന്ന കിതാബുമായി ബന്ധപ്പെട്ടും കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുക, രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, മൂന്നാമത്തെ യാസീൻ ഓതുമ്പോ ആഖിബത്ത് നന്നായി മരിക്കാൻ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ എന്ന് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വന്നിട്ട് ശാന്തിയോടുകൂടെ സമാധാനത്തോടു കൂടെ ജീവിച്ച ആത്മാവേ, നീ ഭയപ്പെടേണ്ട. ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, നിന്റെ നാഥനിലേക്ക് നീ നല്ല സമാധാനത്തോടുകൂടെ തൃപ്പതിപ്പത്തിങ്ങോട്ട് പോന്നോ, നിനക്കുള്ള സ്വർഗമാണ് ഈ കാണുന്നത് എന്ന റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങള് സ്വർഗീയ ഫോട്ടം കാണിച്ച് സ്വർഗത്തിലെ ഹുറുല്ലീങ്ങൾ വന്ന് താരാട്ട് പാടുന്നാണ്. മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോ സവാമ അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണ് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, മരണശേഷം വസ്ത്രത്തിൽ സ്ഖലനം കണ്ടാൽ അവൻ ഈമാൻ കിട്ടി മരിച്ചേണ്ട അടയാളാണ്. കാരണം മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ നേരത്ത് സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങള് റൈഹാൻ പുഷ്പവുമായി വരുന്ന, അങ്ങനെ ഈ മനുഷ്യന് സംഗതി എന്തേക്കാലം 95 വയസ്സായിട്ട് എല്ലും കൊത്തയായ വല്ലിപ്പേക്കാലം. പക്ഷേ ഈ സ്വർഗത്തിന്റെ അവകാശിയായി വല്ലിപ്പാനെ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾക്ക് കാണുമ്പോ എന്താണ്, ഓൾക്ക് നല്ല യുവാവായിട്ടാ കാണുക. തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞിട്ടൊക്കെ കാണാം. ചിലപ്പം തറാവീഹ് നിസ്കാരത്തിന്റെ സൊഫുകളുടെ ഇടയിൽ അരപ്പത്ത കെട്ടി കല്ല് തുണി എടുത്ത് ബനിയനിട്ട് തലയിലൊരു അയൽമുണ്ടും കെട്ടിങ്ങാണ്ട് കൂന് നിന്ന് നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കരിക്കുന്ന പ്രായമായവരെ കാണുമ്പോ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ പറയത്രേ അള്ളാനോട്, റബ്ബേ, ആ വയസ്സു പരിഗണിക്കാതെ, പ്രായം വകവെക്കാതെ, ക്ഷീണം വകവെക്കാതെ ആ നിസ്കരിക്കുന്ന വല്ലിപ്പാന സ്വർഗത്തിൽ എന്റെ ഭർത്താവായി എനിക്ക് തരണേയെന്ന് സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ ദ്വാരക്കുന്നു. അപ്പൊ ഞമ്മക്ക് വല്ലിപ്പേക്കാലം, ഞമ്മക്ക് തൊള്ളയിലെ പല്ലക്കും പോയ വല്ലിപ്പേക്കായം മരിച്ചാൻ കിടക്കണ്. പക്ഷെ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾക്ക് ഓല നല്ല യുവാവായ പുതിയാപ്പലേന് മരിക്കാൻ കിടക്കണ്. അങ്ങനെ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങള് എന്ത് ചെയ്യും, റൈഹാൻ പുഷ്പവുമായി വന്ന് എന്ത് ചെയ്യും, ഈ മനുഷ്യനെ പൊതിയും. അങ്ങനെ സ്ഖലനം, മരണത്തിന്റെ വേദന ഓന അറിയുന്നില്ല. മരണത്തിന്റെ വേദന എല്ലാവർക്കുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ പൊതിയുന്ന കാരണം, സ്വർഗത്തിലെ ഫോട്ടോ കാണുന്ന കാരണം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന കാരണം അവനിക്ക് ഈ വേദന ഒന്നും അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആഖിബത്ത് നന്നായി മരിക്കാൻ, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള നല്ല, അതുകൊണ്ടാണ് ആ ദുആയിൽ കാണാം, അള്ളാഹുവേ, എന്നെ നീ വിജയികളിൽ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് എന്നെ നീ എഴുതിയിട്ടുള്ളതെങ്കിൽ എന്നെ നീ വിജയികളുടെ ലിസ്റ്റിലേക്ക് മാറ്റി എഴുതണേ എന്ന് കബീർ പി എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തോടു കൂടെ 3 യാസീൻ ഓതുക. ബറാത്ത് രാവിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം അള്ളാഹു തൗഫീക്ക് ചെയ്താൽ നമുക്ക് രാത്രിയോ അതല്ലെങ്കിൽ ലൈവിന് ശേഷം നമുക്ക് സംസാരിക്കാം. അള്ളാഹു താല നമുക്കൊരു മഹത്തായ രാവിനെ എല്ലാ ആദരവോടു കൂടെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ലൈവിന്